3 വരെ. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലായി സഹനത്തിൻ്റെയും കുരിശിൻ്റെയും അർത്ഥം ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, കുടുംബജീവിതമാണെങ്കിലും സന്യാസമാണെങ്കിലും പൗരോഹിത്യ ജീവിതമാണെങ്കിലും എല്ലാ ജീവിതത്തിലും ദൈവം ഒരു കുരിശ് വെച്ചിട്ടുണ്ട്. കാരണം മനുഷ്യൻ്റെ ഷേപ്പ് നേരെ നിന്ന് കൈ വിരിച്ചു പിടിച്ചാൽ കുരിശിൻ്റെ ഷേപ്പാണ്. അപ്പോൾ ജീവിതത്തിൽ മുഴുവൻ ദൈവം ഒരു കുരിശ് വെച്ചിട്ടുണ്ട്. കുരിശില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്തില്ല. അതുകൊണ്ടാണ് കണ്ണുനീര് വരാത്ത മനുഷ്യരില്ലല്ലോ. 2 സമയത്താണ് കണ്ണുനീര് വരുന്നത്. 1, അർഹതപ്പെട്ടത് നിഷേധിക്കുമ്പോൾ. 2, അർഹിക്കാത്തത് ലഭിക്കുമ്പോൾ. 2 സമയം മനുഷ്യന് കണ്ണുനീര് വരും. അപ്പോൾ ജീവിതത്തിൽ ഈ കുരിശ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തത സഹചാരിയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, കുരിശുമായി ജീവിച്ചേ പറ്റൂ. ഇന്ന് നമ്മുടെ ധ്യാനത്തിൻ്റെ സമാപന ചിന്ത ഈ കുരിശിനെക്കുറിച്ചും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും സഹനത്തെക്കുറിച്ചും നമ്മുടെ മനസ്സിൽ അല്പം ആഴമായ ബോധ്യം നമുക്ക് ഉറപ്പിക്കാം. എല്ലാവർക്കും ഉണ്ട് കുരിശ്. കുഞ്ഞുനാളിൽ എന്ത് പലഹാരം കിട്ടിയാലും തിന്നാൻ കൊതി. പക്ഷേ 10 പൈസയില്ല കയ്യിലെടുക്കാൻ. കാശില്ല എന്ന് പറയുന്ന ഒരു കുരിശ്, ദാരിദ്ര്യത്തിൻ്റെ കുരിശ്. വിദേശത്ത് വന്നു അലഞ്ഞു, സകലമാന ഹോട്ടലിൽ ഒരുമിച്ച് മേടിക്കാനുള്ള കാശ് ഇഷ്ടം പോലെ ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞ് 50-ാം വയസ്സ് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും കഴിക്കാൻ മേല. ചോറുണ്ണത്തില്ല, ഗോതമ്പേ കഴിക്കത്തുള്ളൂ. കഞ്ഞിവെള്ളം കുടിക്കത്തില്ല, ബാർലി വെള്ളമേ ഇറക്കത്തുള്ളൂ. ഡോക്ടർമാർ കയ്യെ പിടിച്ച് ചോദിക്കും, ചേട്ടാ ചേച്ചി, പഞ്ചാരയുണ്ടോ, പാമോയിലുണ്ടോ, മണ്ണെണ്ണയുണ്ടോ, ബാങ്ക് ബാലൻസ് ഉണ്ടോ? ഒന്നും കഴിക്കാൻ പറ്റിയല്ല. കഴിക്കാൻ പറ്റുമ്പം കാശില്ല എന്നുള്ള കുരിശ്. എല്ലാം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിക്കാൻ പറ്റുകയില്ല എന്ന കുരിശ്. ഇനി ആരോഗ്യത്തിനും കുഴപ്പമില്ല, പണത്തിനും കുഴപ്പമില്ല. അപ്പോഴാ മോൻ പോയി ഒരു മുതുപിശാചിനെ കെട്ടിക്കൊണ്ട് വരുന്നു, കുടുംബം കുളമായി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോൻ അല്പം ട്രാക്ക് വിട്ടുപോയി, കുരിശായി. ഒന്നുമല്ലേ ദേഹത്തെ രോഗം, ഏതെങ്കിലും ഒരു കുരിശ് നമുക്കൊക്കെ ഉണ്ട്. അച്ഛന്മാർക്ക് അച്ഛന്മാരുടെ കുരിശ്, സിസ്റ്റേഴ്സിന് സിസ്റ്റേഴ്സിൻ്റെ കുരിശ്, കുടുംബജീവിതക്കാർക്ക് കുടുംബജീവിതക്കാരുടെ കുരിശ്, ഏതെങ്കിലും കുരിശ്. കപ്പച്ചി മിഷൻ ധ്യാനത്തിൻ്റെ പ്രത്യേകതയാണ് കുരിശും പിടിച്ചുകൊണ്ടൊരു പരിഹാര പ്രദർശനമുണ്ട്. എല്ലാവരും കുരിശ് പിടിക്കണമെന്ന്. ഒരിക്കലും കെട്ടിയും പെമ്പർന്നത്തെ പൊക്കി പിടിച്ചു. ഇതാണ് ഏറ്റവും വലിയ കുരിശ്. ഇതിനേക്കാൾ മുഴുത്ത കുരിശ് എന്നാ പൊക്കി പിടിക്കാനായിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഭർത്താവ് കുരിശ്, അല്ലെങ്കിൽ ഭാര്യ കുരിശ്. ഇനി ഇടവക വളരെ നന്നായിട്ട് പോകും. വികാരിച്ചന്മാർ സന്തോഷത്തോടെ ഭരിക്കുമ്പോഴായിരിക്കും ഒരാൾ വിമർശനവുമായിട്ട് കടന്നു വരുന്നു, മറ്റൊരു കുരിശ്. എന്തെങ്കിലും ഒരു കുരിശ് ദൈവത്തിൻ്റെ പ്ലാന, ഡിവൈൻ ഇക്വിലിബ്രിയമാണ്. ദൈവം മനുഷ്യ ജീവിതത്തിൽ സന്തുലനാവസ്ഥ കീപ്പപ്പ് ചെയ്യുന്നത് ഏതെങ്കിലും കുരിശ് സമ്മാനിച്ചുകൊണ്ടാണ്. അഹങ്കരിക്കാനും ജളിയാതിരിക്കാനും ദൈവം നമുക്ക് കുരിശ് തരും. കുരിശ് ജീവിതത്തിൽ വരുമ്പോൾ പല രീതിയിൽ പ്രതികരിക്കാം. ഇവിടെ നമ്മൾ കാണുന്നു, ഈശോ പറയുന്ന വാക്ക്, ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. ബൈബിളിൽ ജെറുസലേം എന്ന വാക്കിൻ്റെ അർത്ഥം സഹനത്തിൻ്റെ സ്ഥലം, മരണത്തിൻ്റെ സ്ഥലം, മഹത്വീകരണത്തിൻ്റെ സ്ഥലം. ഇതാണ് വേദപുസ്തകത്തിൽ ജെറുസലേം എന്ന വാക്കിൻ്റെ അർത്ഥം. സഹനത്തിൻ്റെ സ്ഥലം, മരണത്തിൻ്റെ സ്ഥലം, മഹത്വീകരണത്തിൻ്റെ സ്ഥലം. എനിക്ക് ജെറുസലേമിലേക്ക് പോകണം എന്ന് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം, എനിക്ക് സഹിക്കാൻ പോകണം, കുരിശെടുക്കാൻ പോകണം. അപ്പോൾ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ ഈശോയെ വിലക്കുക, ഗുരുവേ, നീ കുരിശെടുക്കാൻ പോയേക്കരുത്, തടയുക. ഉടനെ ഈശോ വിളിക്കുന്ന വാക്കുണ്ട്, സാത്താനെ, നീ ദൂരെ പോകും. സാത്താൻ എന്നത് ഹീബ്രു വാക്കാണ്. ഹീബ്രു മൂലപദത്തിൽ സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം തടസ്സം, പ്രതിബന്ധം എന്നാണ്. ഈശോയെ കുരിശിൽ നിന്നും മാറ്റാൻ ശ്രമിച്ച പത്രോസിനെ ഈശോ വിളിച്ചു, സാത്താനെ, തടസ്സമേ. കുരിശിലേക്ക് ഈശോയെ ചുംബിച്ചുകൊണ്ട് തള്ളിവിട്ട യൂദാസിനെ വിളിച്ചു, സ്നേഹിത. കുരിശിലേക്ക് വിട്ടവനെ വിളിച്ചു, സ്നേഹിത. കുരിശിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചവനെ വിളിച്ചു, സാത്താനെ. ഇതിൻ്റെ അർത്ഥം എന്താ? കുരിശിൻ്റെ വഴി ക്രിസ്തുവിൻ്റെ വഴിയാണ്. ദൈവത്തിൻ്റെ വഴി കുരിശിൻ്റെ വഴി, സാത്താൻ്റെ വഴി കുറുക്കു വഴി. ദൈവത്തിന് മുമ്പിൽ കുറുക്കു വഴികളില്ല, തമ്പുരാന്റെ മുമ്പിലുള്ളത് കുരിശിൻ്റെ വഴിയാണ്. കുരിശുകളും വേദനകളും ജീവിതത്തിൽ ഉയരുമ്പോൾ നമുക്ക് 3 വിധത്തിൽ പ്രതികരിക്കാനായിട്ട് പറ്റും. 3 വിധത്തിൽ. 1, പൈശാചികമായിട്ട്. എങ്ങനെയാ പൈശാചികം? വേദനിപ്പിച്ചയാൾ മുടിഞ്ഞു പോകണേ, വണ്ടി ഇടിക്കണേ, മല പടന്നു വീഴണേ, ഭൂമി വളർന്നു പോകണേ, പ്രാകുന്ന രീതി.
ഇതാണ് പൈശാചികം. സങ്കീർത്തനവും മറ്റും ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ പച്ചയായ പ്രാർത്ഥനയാണ്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമേ എന്നെ ദ്രോഹിച്ച ശത്രുവിൻ്റെ മേൽ കറ്റ കയറ്റിയ മെതിവണ്ടി കയറ്റി ഇറക്കണേ, വണ്ടി ദേഹത്തൂടെ കയറി പോകണേ. ഇങ്ങനെയൊക്കെയാണ് സങ്കീർത്തനത്തിൽ നമ്മൾ കാണുക. നമ്മളോർക്കും ദൈവം എന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ പച്ചയായ പ്രാർത്ഥനയാണ്. നമ്മുടെ ഉള്ളിലെ പ്രാർത്ഥന എഴുതി വെക്കാമെങ്കിൽ 10-250 സങ്കീർത്തനം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ബൈബിളിൽ അത് സ്വീകരിക്കാത്തത് കൊണ്ട് എഴുതുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് പൈശാചികമായ കാഴ്ചപ്പാട്. ആരെങ്കിലും ദ്രോഹിച്ചാൽ ആൾക്ക് ഗതികേട് വരണേ, നശിച്ചു പോണേ, ഈ പ്രാക്ക്, ഇത് പൈശാചികം. 2, മാനുഷികം. മാനുഷികം എന്താ? മാനുഷികം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് അവതാ പറയുക. എന്തെങ്കിലും പറ്റിയാൽ നിരാശ വച്ചിട്ടുണ്ട്, തമ്പുരാനെ ഇങ്ങനെ പറ്റിയല്ലോ. തളർന്ന് കിടക്കുന്ന ആളെ നോക്കി അടുക്കി ചെന്നിരുന്ന് പറയുക, തമ്പുരാനെ ശത്രുക്കാർക്ക് പോലും ഇതുപോലെ വരുത്തരുത്, ഇങ്ങനെ കിടക്കാതെ അങ്ങ് എടുത്തോണ്ടാൽ മതിയായിരുന്നു. ഇതാണ് മാനുഷികമായ കാഴ്ചപ്പാട്. ചില മനുഷ്യരിങ്ങനെയാണല്ലോ, ആശ്വസിപ്പിക്കാൻ ചെല്ലും, ഇരട്ടി ഭാരവുമായിട്ട് തിരിച്ചു പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ചില വർത്തമാനം പറയാൻ അറിയത്തില്ലാത്ത മനുഷ്യരുണ്ട്. ഒരുത്തൻ ഫുട്ബോൾ കളിച്ചു, ഈ കാലിൻ്റെ വലതുകാലിൻ്റെ ഒരു വശം അങ്ങ് പൊട്ടിയിട്ട് പ്ലാസ്റ്റർ ഇട്ട് കിടക്കുക. ഒരാളൊക്കെ ചെന്ന് കട്ടിലേക്ക് ചെന്നിരുന്ന് അടുത്തിരുന്നോണ്ട് പറയുക, ഓ എന്നാ പറയാനാ, ഫുട്ബോൾ കളിക്കാരൻ്റെ കാലേ തന്നെ കയറി തമ്പുരാൻ പിടിച്ചല്ലോ, എന്നാ ഇടപാട്, പ്ലാസ്റ്റർ ഇട്ടാൽ തന്നെ എന്നാ ഉറപ്പ്. ഇന്നാൾ ഒരുത്തിൻ്റെ കാലേ പ്ലാസ്റ്റർ ഇട്ട് കത്തി കൂടിയപ്പോൾ ബോണ്ട പോലെ ഉരുണ്ടായിരുന്നു. പിന്നെ ഒരു സർജറിയും കൂടെ നടത്തിയപ്പോഴാണ്. ഇനി കളിയൊന്നുമില്ല, മിക്കവാറും ഇങ്ങനെ ഞൊണ്ടി നടക്കാമെന്നല്ലാതെ കളിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ദൈവത്തിൻ്റെ കളിക്കാരൻ്റെ കാലേ തന്നെ പിടിച്ചത് എന്നാ ഒരു കളിയാണ്. ഈ ടൈപ്പ് മനുഷ്യരുണ്ട്. വേറൊരാൾ ഇതുപോലെ ചെന്നു, വലതുകാല് ചെതറി കിടക്കുന്ന പ്ലാസ്റ്റർ ഇട്ട മനുഷ്യനെ നോക്കി പറയാം, ഓ മൾട്ടിപ്പിൾ ഫ്രാക്ചറൊക്കെ ഇന്ന് സാധാരണയാണ്. അവയവം മുറിഞ്ഞു പോയാൽ തുന്നി ചേർക്കുന്ന വിധം കാരിദാസ് എടുത്ത് മാതായിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം എന്നാ പറഞ്ഞു പോയാലും തയ്ച്ചു പിടിപ്പിക്കുന്ന കാലമല്ലേ, അതൊന്നൊരു പ്രശ്നമൊന്നുമില്ല. ഈ കാലിൻ്റെ പൊട്ടിനെ കുറിച്ചൊന്നും ബേപ്പാടപ്പെടാനൊന്നുമില്ല. എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മോൻ ഫുട്ബോളിൽ പുറകെ നിന്ന് കളിച്ച ആളാണ്. ഒരിക്കൽ കാല് 10-15 കഷ്ണമായിട്ട് പൊട്ടിപ്പോയി, പ്ലാസ്റ്റർ ഇട്ടു, കത്തി കൂടി. കഴിഞ്ഞ ക്ലബ്ബിൽ അവൻ ശരിക്കും കളിച്ചു, 3 ഗോളാണ് അടിച്ചത്. പുറകിൽ നിന്നവൻ ഇപ്പം ഫോർവേഡായിട്ടാണ് കത്തി കൂടിയപ്പോഴത്തേക്ക്. ഒരു കാര്യം സത്യമാണ് കേട്ടോ, ഈ ഒടിഞ്ഞ കാല് കത്തി കൂടിയാൽ മുടിഞ്ഞ ബലവാണ്. ഇത് രണ്ടാമതൊരു കാഴ്ചപ്പാട്. അപ്പം നമ്മളിതിൽ ഏത് കാഴ്ചപ്പാടിൽ പെട്ടവരാന്നുള്ളതാണ്. ഈ മാനുഷികമായി അവതാ പറയുന്നവരാണോ അതോ ദൈവികമായിട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം 1 പൈശാചികം, 2 മാനുഷികം, 3 ദൈവീകം. എന്താ ദൈവീകം? ദൈവീകം എന്ന് പറഞ്ഞാൽ, ദൈവമേ എന്തുകൊണ്ട് നീ എനിക്കിത് തന്നു എന്നൊരു ചോദ്യം. തങ്കപ്പെട്ട ജീവിതം നയിച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഭർത്താവിനെ തന്നു? വിശുദ്ധിയുടെ ജീവിതം നയിച്ചിട്ട് എന്തിനിങ്ങനെ ഒരു ഭാര്യയെ തന്നു? ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് എന്തിനിങ്ങനെയുള്ള മക്കളെ തന്നു? എന്തുകൊണ്ട്? വിശ്വാസത്തിൻ്റെ ചോദ്യം വൈ, സയൻസിൻ്റെ ചോദ്യം ഹൗ. സയൻസ് ചോദിക്കും എങ്ങനെ, ഹൗ, ലോകം എങ്ങനെയുണ്ടായി, ദ തിയറി ഓഫ് ഇവല്യൂഷൻ, ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം, എങ്ങനെ ലോകം രൂപാന്തരപ്പെട്ടു, ഹൗ. ഫെയ്ത്തിന്റെ ക്വസ്റ്റ്യൻ വൈ. കുരിശിലെ ചോദ്യം എന്താ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എങ്ങനെ ഞാൻ കുരിശേ കയറിയെന്നല്ല, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? വെല്ലൂർ ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടർ മേരി വർഗീസ് 40 ജൂനിയർ ഡോക്ടേഴ്സ് ഒരുമിച്ച് കൊടൈക്കനാൽ കാണാൻ വേണ്ടി ബസ്സിൽ യാത്രയാകും. കൊടൈക്കനാൽ കയറ്റത്തിൽ വെച്ച് ബസ് മറിഞ്ഞു, 8 പേര് സ്പോട്ടിൽ വെച്ച് മരിച്ചു. ഡോക്ടർ മേരി വർഗീസ് എന്ന കങ്ങടക്കാരിയുടെ നട്ടലിൻ്റെ കണ്ണി പൊട്ടി. 3 മാസം ആശുപത്രി കിടന്നു. അരയ്ക്ക് താഴത്തേക്ക് ചലനശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഒരു കട്ടിലിൽ വേദനയോടെ കിടന്ന് പിളയുമ്പോൾ ഭിത്തിയിൽ ഒരു കുരിശുരൂപം. ആ കുരിശുരൂപത്തെ നോക്കിക്കൊണ്ട് ഇവൾ ചോദിച്ചു, ക്രിസ്തുവേ, എൻ്റെ അരയ്ക്ക് താഴത്തേക്ക് ചലനശക്തി നഷ്ടപ്പെട്ടിട്ടും നീ എന്തിനാ ബാക്കി ജീവൻ എൻ്റെ ദേഹത്ത് വെച്ചിരിക്കുന്നത്? പെട്ടെന്നൊരു മറുപടി, നിന്റെ അരയ്ക്ക് താഴത്തേക്കുള്ള ചലനശക്തിയല്ലേ നഷ്ടപ്പെട്ടുള്ളൂ? ചലിപ്പിക്കാൻ പറ്റുന്ന ശരീരഭാഗം ഉണ്ടല്ലോ, ആ ശരീരഭാഗം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കറങ്ങുന്ന ചക്രക്കസേരയിലിരുന്ന് സങ്കീർണങ്ങളായ ശസ്ത്രക്രിയകൾ നടത്തി ലോകപ്രശസ്തമായ അവാർഡുകൾ ആ ആശുപത്രിയിലേക്ക് ഡോക്ടർ മേരി വർഗീസ് കൊണ്ടുവന്നു. ഒറ്റ ചോദ്യം, ക്രിസ്തുവേ, എന്തുകൊണ്ട് നീ എനിക്കിത് തന്നു? 991 ഇലക്ഷൻ കാലഘട്ടത്തിൽ ബാബു ചാഴികാടനും രമേശ് ചെന്നിത്തലയും തുറന്ന ജീപ്പിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കുടമാളൂർ മാന്നാനം റൂട്ടിൽ പെട്ടെന്ന് ഒരു കൊള്ളിയാൻ മിന്നി. ബാബു ചാഴികാടൻ അവിടെ വെച്ച് മരിച്ചു. മുട്ടി ഉരുമി നിന്ന രമേശ് അബോധാവസ്ഥയിൽ വീണു, ജീവൻ രക്ഷപ്പെട്ടു. രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ ഈശ്വരനെ നോക്കി ചോദിക്കാം, കണ്ണിച്ചോരയില്ലാത്ത ദൈവം എന്തിനാ ബാബുവിൻ്റെ ജീവനെ കൊണ്ടുപോയത്? അങ്ങനെ ചോദ്യം ചോദിച്ചാൽ അത് രമേശിന് നാശമാണ്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ദൈവമേ, എന്നെ മുട്ടി ഉരുമി നിന്ന ബാബുവിൻ്റെ ജീവനെ എടുത്തിട്ടും എന്തിനാ എൻ്റെ ജീവൻ ഈ ഭൂമിയിൽ ബാക്കി വെച്ചിരിക്കുന്നത്? ഇതാണ് രക്ഷാകരമായ ചോദ്യം. ജീവിതത്തിൽ തകർച്ചയുടെയും കുരിശിൻ്റെയും നടുവിൽ ഇങ്ങനെ ചോദിക്കാൻ പഠിക്കണം.
ദൈവം ഇത്രയേറെ നന്മ ചെയ്തിട്ടും എന്തുകൊണ്ട് നീ എനിക്കിത് അനുവദിച്ചു തന്നു? അപ്പോൾ ദൈവം പറയും, മകനെ മകളെ, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിനല്ല, നിന്റെ നന്മയ്ക്കായുള്ള പദ്ധതി. ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായൊരു പദ്ധതിയുണ്ട്. നമുക്ക് തകർച്ച വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയില്ല, സാവധാനമേ അർത്ഥം മനസ്സിലാകും. 1976 മുതൽ 80 വരെ കാലഘട്ടത്തിൽ കേരളം നിറഞ്ഞു നിന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ഞാൻ. അങ്ങ് കളയിക്കാവള മുതൽ കാസർഗോഡ് വരെ മൈതാന പ്രസംഗം നടത്തി, കോളേജ് കാമ്പസുകളിൽ മണിക്കൂറുകൾ പ്രസംഗിച്ച്, അടിയന്തരാവസ്ഥയെ ചോദ്യം ചെയ്ത് നടന്ന്, ജയിലിലും പോയി പുറത്തു ഇറങ്ങി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരു കാലഘട്ടമുണ്ട്. ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വളരുന്ന സമയത്ത് കോളേജ് യൂണിയന്റെ ചെയർമാനായിട്ട്, യൂണിവേഴ്സിറ്റി യൂണിയന്റെ കൗൺസിലറായിട്ട്, നാരായണക്കുറുപ്പ് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നപ്പോൾ അഡ്വൈസറി ബോർഡ് മെമ്പറായിട്ട് 2 വർഷം സൗജന്യമായിട്ട് ബസ് യാത്ര ചെയ്ത് പഠിച്ച ഒരു രാഷ്ട്രീയ പാരമ്പര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനാകാൻ പോകാൻ ആഗ്രഹിച്ചത്. വീട്ടിൽ ഞങ്ങൾ 2 മക്കളേ ഉള്ളൂ, ഞാനും ചേട്ടനും. അപ്പം അതുകൊണ്ട് ഞാൻ സെമിനാരിൽ പോകുന്ന കാര്യം അപ്പനും അമ്മയ്ക്കും ഒന്ന് ഓർക്കാൻ പോലും മേല. അന്ന് കാഞ്ഞിരപ്പള്ളി രൂപത തിരിഞ്ഞിട്ടില്ല, ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി ഒരു രൂപതയായിട്ടിരിക്കുക. ഇപ്പോൾ ചങ്ങനാശ്ശേരി കുറിച്ചിയും അന്വൽ സെമിനാരിയിൽ അച്ഛനാകാൻ വേണ്ടി ഞാൻ ചെന്നു. 10ാം ക്ലാസ് കഴിഞ്ഞു. അന്നത്തെ ഈ പിള്ളേരെ സെലക്ട് ചെയ്യുന്ന അച്ഛൻ പറഞ്ഞു, മുഴുപ്പ് കുറവാ, കുറച്ചുകൂടെ പോയി മുഴുത്തിട്ട് വാ എന്നും പറഞ്ഞ് എന്നെ തിരിച്ചു വിട്ടു. അങ്ങനെ മുഴുക്കാൻ വേണ്ടി പോയ പോക്കാണ് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക ജൂനിയർ കോളേജിൽ. കൊച്ചുനാൾ മുതലേ എപ്പോഴും എനിക്ക് ഭാരതജന സഖ്യത്തിലൂടെയും മിഷൻ ലീഗിലും പ്രസംഗത്തിന് 1ാം സമ്മാനം കിട്ടുമായിരുന്നു. അപ്പം ഈ കഴിവ് രാഷ്ട്രീയക്കാർ ഉപയോഗിച്ചു. പെട്ടെന്ന് ജൂനിയർ കോളേജിൽ സ്ഥാനങ്ങളിലേക്ക് കയറി വന്നു. കയറി വരുന്ന സമയത്ത് എനിക്ക് ഒറ്റ ആഗ്രഹമുള്ള, ദൈവമേ, നീ എന്നെ പ്രീ ഡിഗ്രി പാസ്സാക്കണം, എന്നിട്ട് നീ എന്നെ ഒരു വക്കീലാക്കണം, എന്നിട്ട് നീ എന്നെ MLA ആക്കണം. ഇതാണ് എൻ്റെ ഏക ആഗ്രഹം. പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു. കാരണം എൻ്റെ കൂട്ടുകാരന്മാരായിരുന്നു, എൻ്റെ അന്നത്തെ കൂടെ ഉണ്ടായിരുന്ന മാത്യു സ്റ്റീഫന്, TV എബ്രാഹിം, PC ജോർജ്, ബാബു ചാഴികാടൻ. അപ്പോൾ ഇതിൽ ഈ TV എബ്രാഹിവും മാത്യു സ്റ്റീഫനും ഒക്കെ LLBക്ക് പഠിക്കുന്നുണ്ട് ലോ അക്കാഡമിയിൽ. അപ്പം എനിക്കും വലിയൊരു ആഗ്രഹം. പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. നാട്ടുകാരൊക്കെ പറഞ്ഞു, എൻ്റെ വീട് ഉടുമ്പൻചോല നിയോജക മണ്ഡലമാണ്. അപ്പം നാട്ടിൽ നിന്നൊക്കെ വന്ന ആൾക്കാരെ നിർത്തി അവിടെ മത്സരിപ്പിക്കുക. അപ്പോൾ എല്ലാവരും പറഞ്ഞു, വളർന്നു വാ, രാഷ്ട്രീയത്തിൽ ഭാവിയുണ്ട്. കാരണം ഒത്തിരി സ്വാധീനമുള്ള പാർട്ടിയായിരുന്നു അന്ന്. വളരും തോറും വീണ്ടും വളരുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അപ്പം എല്ലാവരും പറഞ്ഞു, ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താം, നേരിച്ച് ഞങ്ങൾ പൈസ മുടക്കിക്കോളാം, പ്രസംഗിച്ച് നടന്നാൽ മതി. പ്രതീക്ഷ ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷേ പഠിക്കാൻ മറന്നുപോയി. സെക്കൻഡ് PDC പരീക്ഷ വന്നപ്പോൾ 33 ഹാജരയുള്ളൂ. PJ ജോസഫിനെ സ്വാധീനിച്ച് മുഹമ്മദ് കോയെ കൊണ്ട് ഓർഡർ എടുപ്പിച്ച് എക്സാം ഇടും. മലയാളം മാത്രം ജയിച്ചു, ബാക്കിയെല്ലാം 100ൽ 8, 9, 10 കിടക്കാൻ വല്ലാത്ത കഷ്ടപ്പാട്. അങ്ങനെ അടിപൊളി പരാജയമായിരുന്നു. അടിത്തുറ ഇളകിപ്പോയി രാഷ്ട്രീയത്തിൽ. ആ സമയത്താണ് ജോസഫ് മാണി 2 ഗ്രൂപ്പുകൾ തമ്മിൽ വീണ്ടും വളരുന്നു. 79 കാലഘട്ടത്തിൽ അവിടെയാണ് അവസാനമായിട്ട് കോട്ടയത്തെ ഇലക്ഷൻ്റെ സമയത്താണ് രാഷ്ട്രീയത്തോട് വിട പറയുക. ആ പിളർപ്പിൽ വെച്ചാണ്. പിന്നെ 2 അങ്കിളുമാരുടെ കൂടി ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് പോയി. അപ്പോൾ രാഷ്ട്രീയത്തിലായിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് പിന്നീട് വൈദിക ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെ അങ്ങ് മാറി. വടക്കേ ഇന്ത്യയിൽ ചെന്നു, അച്ഛന്മാരുടെ കൂടെയൊക്കെ താമസിച്ചു. വീണ്ടും പഴയ ആഗ്രഹം, അച്ഛനായാൽ കൊള്ളാം. അപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും ഒരു മെച്ചപ്പെട്ട രീതിയിൽ സിസ്റ്റർമാർ ട്യൂഷൻ തന്ന് പഠിപ്പിച്ചെടുത്തു. 80ൻ്റെ ആരംഭത്തിൽ അച്ഛനാകാൻ വേണ്ടി കേരളത്തിലേക്ക് പോരുക, ഈശോ സഭയെ ചേരാനായിട്ട്. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൻ്റെ ഒരു വെങ്ങടെ മകൻ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹവും കൂട്ടരും എല്ലാം കൂടെ പറഞ്ഞു, ഈശോ സഭയിലൊക്കെ പോയാൽ 10-16 വർഷമാവും അച്ഛനാകാൻ, ഞങ്ങളൊന്നും മരിച്ചാലും അച്ഛനായിട്ട് കാണുകയില്ല, അതുകൊണ്ട് നാട്ടിലെങ്ങാനും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്ത് അച്ഛനാകാൻ പോകാൻ നല്ലത്. പല സഭകളിൽ കയറിയിറങ്ങി നടന്നു. അപ്പോൾ ഒരു കന്യാസ്ത്രീ ഞങ്ങളെ പഠിപ്പിച്ചൊരു സിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സഭയുണ്ട്, കാശോ പിടിപാടോ സ്വാധീനമോ എന്നുള്ള സഭയല്ല, പക്ഷേങ്കിൽ ഭക്തിയുള്ള സഭയാണ്, കപ്പൂച്ചിൻ സഭയാണ്, കാപ്പിപ്പൊടി കുപ്പായോ, അതിൽ പോകാമെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരച്ഛൻ സ്കൂളിൽ പിള്ളേരെ ധ്യാനിപ്പിക്കാൻ പോയി. അപ്പം വികാരിയച്ഛൻ, അപ്പോൾ ഈ അച്ഛൻ വൈദ്യ വിദ്യാർത്ഥികൾ എടുക്കുന്ന സമയമാണ്. അപ്പം വികാരിയച്ഛൻ പറഞ്ഞു, ഇവിടെ ഒരു കക്ഷിയുണ്ട്, പിടിച്ച് നിന്നാൽ കൊള്ളാം, നിൽക്കുമോ എന്ന് ഉറപ്പില്ല, പലയിടത്ത് കറങ്ങി വന്നതാ, പൊടിക്കൈ നോക്കാൻ പറഞ്ഞു. അപ്പം ഈ അച്ഛൻ അങ്ങനെ വീട്ടിൽ വരുന്നു, അച്ഛൻ്റെ കൂടെ പോകുന്നു. അങ്ങനെ 1980ൻ്റെ അവസാനം കപ്പൂച്ചിൻ സഭയെ ഞാൻ ചേർന്നു. 13 വർഷക്കാലം പഠിച്ചു. സഭയിൽ 14ാമത്തെ വർഷം 13 വർഷം പഠിക്കണം, അച്ഛനായി. ഞാൻ പോകുന്നു, എൻ്റെ പുറകെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ രാജിവെച്ച് പോന്നു, അദ്ദേഹം അച്ഛനായി. ഇപ്പം ഞങ്ങൾ 5 അച്ഛന്മാരുണ്ട്. ചേട്ടൻ്റെ മകൻ ഇപ്പം +2 കഴിഞ്ഞ് അവനും കപ്പൂച്ചിൻ സഭയിൽ അച്ഛനാകാൻ പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ദൈവവിളിയുടെ ആരംഭം അവിടെ. ഇതെല്ലാം കഴിഞ്ഞ് ട്രിവാൻഡ്രത്താണ് എൻ്റെ ആദ്യ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ തിരുവനന്തപുരത്ത് അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കുമ്പം പഴയ കൂട്ടുകാരന്മാർ എപ്പോഴും ഉണ്ട്, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഉണ്ട്. 2 കൂട്ടർ മാറി മാറി വരും കാണാനായിട്ട്. അപ്പം പല ആൾക്കാരും വന്നിട്ട് കണ്ടിട്ട് ചോദിക്കും, ഇങ്ങനെയായി പല ആൾക്കാരും ചോദിക്കും. അങ്ങനെ 2-3 വർഷം അച്ഛനായി അവിടെ ജീവിക്കുന്ന സമയത്ത് സഭയുടെ പരമാധികാരിയെ അച്ഛൻ സന്ദർശിക്കാൻ വന്നപ്പം പറഞ്ഞു, എന്നും പ്രസംഗിച്ച് ഓടി നടന്നു കഴിയുമ്പം
പ്രായമാകുമ്പോൾ ഒന്നും പഠിച്ചില്ലല്ലോ എന്ന പ്രയാസം ഉണ്ടായാലോ. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ഇഷ്ടമുണ്ട് MA സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യോളജി, ഇഷ്ടമുള്ള എന്തെങ്കിലും പഠിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പണ്ട് രാഷ്ട്രീയത്തിലായിരുന്നപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, വക്കീലായാൽ കൊള്ളാം, സഭയ്ക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ അതാകാനാണ് താല്പര്യം, പഠിച്ചോളാൻ പറഞ്ഞു. 96 എന്നെ ട്രിവാൻഡ്രം ലോ അക്കാഡമി, പണ്ട് രാഷ്ട്രീയക്കാരുടെ കൂടെ നടന്ന ആ കോമ്പോയിൽ അവിടെ ചെന്ന് പഠിച്ചു. 99 അവസാനം LLB പൂർത്തിയാക്കി ഇറങ്ങി പാച്ചല്ലൂർ രാജാരാമൻ നായർ എന്ന് പറയുന്ന അഡ്വക്കേറ്റിൻ്റെ കീഴിൽ 6 മാസം പ്രാക്ടീസ് ചെയ്തു. അപ്പം ഞങ്ങളുടെ ഒരു വലിയ ധ്യാനഗുരു അച്ഛൻ പെട്ടെന്ന് മരിച്ചു, ആർമണ്ടച്ഛൻ. ഇപ്പം ഭരണങ്ങാനത്തേക്ക് എനിക്ക് അപ്പോയിൻമെൻ്റ് ആയി. ഇപ്പം ഭരണങ്ങാനം ആശ്രമത്തിലെ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് ഞാൻ ചാർജ് എടുക്കുന്നു. 2000 LLB കഴിഞ്ഞ് പിറ്റേ വർഷം എടുത്തു. ഇപ്പോഴും പാലാ കോടതിയിൽ കൂട്ടുകാരന്മാർ എല്ലാ കോടതിയിലും ഉണ്ട്, ഒരുമിച്ച് പഠിച്ചവർ ചെല്ലും. 1-2 ദിവസമൊക്കെ പോയി ഈ ബന്ധം കളയാതിരിക്കാൻ വേണ്ടി നോക്കും. പാവപ്പെട്ട മനുഷ്യർ ഒതുക്കത്തിൽ സഹായിക്കും. ഇപ്പോൾ കൂട്ടുകാരന്മാർ കളിയാക്കും, പീസില്ല വക്കീൽ. വേറെ ചില കൂട്ടുകാരന്മാർ പരിതരൂപത്തിൽ പറയും അമ്മായിയപ്പൻ എന്നാണ് എന്നെ വിളിക്കുക. അമ്മായിയപ്പൻ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പം ഫാദർ ഇൻ ലോ, തർജ്ജമ ചെയ്യുമ്പം അത് അമ്മായിയപ്പൻ എന്നായിട്ട് മാറും. അപ്പം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നമുക്ക് പറയാൻ പറ്റിയത്. ഞാനെന്ന് ആഗ്രഹിച്ചത് ലോകത്തിൻ്റെ കോടതിയിൽ കുറ്റം ചെയ്ത മനുഷ്യനെ കോടതി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു പ്രതിക്ക് വേണ്ടി വാദിക്കാനാണ്, കൊലപാതകം ചെയ്തവൻ. ഞാനെന്നാ പറയും, ബഹുമാനപ്പെട്ട കോടതി യുവർ ഓണർ, ഈ നിൽക്കുന്ന എൻ്റെ കക്ഷി ലോലഹൃദയൻ ശുദ്ധഹൃദയൻ, ഉറുമ്പിനെ തിരുമ്മിക്കൊല്ലാൻ പോലും മനക്കെട്ടില്ലാത്ത ആളാണ്, അറിയാതെ കത്തിയെടുത്ത് ഉമ്മ കൊടുത്തപ്പോൾ മൂക്ക് തുളഞ്ഞ് മരിച്ചു പോയതാണെന്ന് ഞാൻ വാദിക്കാൻ ആഗ്രഹിച്ചത്. തമ്പുരാൻ പറഞ്ഞു, അല്ല, വക്കീലിൻ്റെ കറുത്ത കുപ്പായ അല്പം കൂടെ കറുത്ത ഒരു നീണ്ട നൈറ്റിയും അതിൻ്റെ പുറത്തൊരു കയറും കെട്ടിത്തരും. ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം പരിശീലിപ്പിക്കുന്ന വേദിയാണ്. പ്രസംഗത്തിൻ്റെ പരിശീലനം രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങളിൽ ദൈവം പഠിപ്പിച്ചത് ഒരു കാലത്ത് ദൈവത്തിൻ്റെ ശക്തിയുള്ള ഉപകരണമായി അവൻ്റെ വചനവേദികളിൽ നിറഞ്ഞു നിൽക്കാനായിട്ടാണ്. ഓരോന്നും ചെയ്യുമ്പം അതിൻ്റെ പുറകെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമുണ്ട്. അപ്പം ഈ പ്ലാൻ തൽക്കാലം നമുക്ക് സഹനമായിട്ട് തോന്നും, നൊമ്പരമായിട്ട് തോന്നും. പക്ഷെ ആത്യന്തികമായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഈ സഹനമെല്ലാം ദൈവം നമുക്ക് പടിപടിയായി നന്മയ്ക്കായിട്ട് ക്രമീകരിക്കുകയാണ്. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് വളരാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുക. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 1:29 പറയുക, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവൻ്റെ നാമത്തെ പ്രതി സഹിക്കാൻ കൂടെ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവൻ്റെ നാമത്തെ പ്രതി സഹിക്കാൻ കൂടെ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനത്തിൻ്റെ സംഭവം ഉണ്ടാകുമ്പം അവിചാരിതമായി എന്തോ സംഭവിച്ചതുപോലെ നമ്മൾ നിരാശപ്പെടരുത്. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറയുന്നു, ഈ ലോകത്തിലെ നിങ്ങളുടെ സഹനം ക്ഷണികവും നിസ്സാരവുമാണ്, ലഭിക്കാനിരിക്കുന്ന സമ്മാനമോ അനുപമമായ മഹത്വമാണ്. ഏതെങ്കിലും ഒരു തകർച്ച പെട്ടെന്നുണ്ടാകുമ്പം മനസ്സ് പതറരുത്, മനസ്സ് നമ്മൾ വേദനിക്കരുത്. അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ പിന്നാലെ വരുമെന്ന് ഓർക്കുക. കർത്താവിൻ്റെ മാലാഖ നമ്മൾ ഏഞ്ചൽ ഓഫ് ദി ലോർഡ് ഡിക്ലെയർഡ് അൻടു മേരി. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മൾ വീട്ടിൽ ചൊല്ലും. അവസാനം ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്, ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ. എന്നാ ഓർത്തുകൊണ്ടാണോ അത് പ്രാർത്ഥിക്കുന്നത്? എന്നതാ ഈശോമിശിഹായുടെ വാഗ്ദാനം? ഈ ലോകത്തിൽ പീഡകളും കുരിശുകളും, വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സന്തോഷവും. അതാണ് ഈശോമിശിഹായുടെ വാഗ്ദാനം. ദിവസവും കുരിശുകളും പീഡകളും നമ്മൾ ചോദിച്ച് മേടിക്കുന്നവരാ. പള്ളിയിൽ വെച്ച് നമ്മൾ ഉള്ളുരുകി പാടുമല്ലോ, ഉരുക്കി എന്നെ നീ വാർത്തെടുക്കും. ദൈവം ഗൗരവത്തിലെടുക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ ഉരുക്കാനൊരു കെട്ടിയവൻ, ഉടയ്ക്കാനൊരു ഭാര്യ, ഉടച്ചു വാർക്കാൻ അമ്മായിയമ്മ, മൊത്തം ഒന്നുകൂടെ ഉടുക്കി വാർക്കാൻ പല പല ആൾക്കാരെ വെച്ചിട്ടുണ്ട്. നമ്മളെന്നാ പറയാം, എൻ്റെ ദൈവമേ തമാശന് പാടി തരും, നീ ഇത്ര ഗൗരവമായിട്ട് എടുത്തു. അപ്പോൾ ഈ കുരിശ് നമ്മൾ ചോദിച്ച് മേടിക്കുന്നവരാ. കുരിശ് ജീവിതത്തിൻ്റെ സ്വന്തമാക്കി വെക്കുന്നവരാ. നെറ്റിയിലും ചുണ്ടിലും നെഞ്ചിലും നമ്മൾ കുരിശ് വരയ്ക്കുന്നവരാ. കുർബാനയിൽ കുരിശിൻ്റെ ചിഹ്നത്തിലാ സമാധാനം നമ്മൾ ഏറ്റു മേടിക്കുക. അപ്പോൾ ജീവിതം അവസാന യാത്ര ശവപ്പെട്ടിയിൽ കയ്യിലൊരു കുരിശും പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് കുരിശ് മാറ്റി നിർത്താൻ പറ്റുകയില്ല. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പിടി കുരിശുകൾ നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. ബൈബിളിൽ നമ്മൾ കാണുന്നു കുരിശിൻ്റെ വ്യക്തിത്വങ്ങൾ. യേശുവിൻ്റെ സഹനം, അവൻ്റെ അമ്മയുടെ സഹനം, എത്രയോ വലിയ കുരിശിലൂടെയാണ് ഈശോയും മാതാവും ഒക്കെ കടന്നുപോയത്. മാതാവിൻ്റെ ജീവിതം പുൽക്കൂട് മുതൽ കാൽവരി വരെ അമ്മയുടെ ജീവിതം മുഴുവൻ സഹനത്തിൻ്റെ ജീവിതമായിരുന്നു. സ്വന്തം മോൻ ചോദിക്കുക, എനിക്കും നിനക്കും എന്ത്? പിന്നെ ചോദിക്കുന്നു, പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ? ഇതൊക്കെ അമ്മയെ സംബന്ധിച്ച് എത്രയോ വലിയ സഹനമാണ്. യേശുവിൻ്റെ ജീവിതം എടുക്കുക. യേശുവിൻ്റെ ജീവിതം പുൽക്കൂട് മുതൽ കാൽവരി വരെ സഹനമല്ലേ? ആദ്യത്തെ ചരിത്രത്തിലെ പിറവി തിരുനാളെന്ന് എടുത്താൽ മതി, എത്ര വലിയ സഹനമാണ് ക്രിസ്മസ് രാത്രി നമ്മൾ കാണുക. ക്രിസ്തുമസിൻ്റെ രാത്രി നമ്മൾ കാണുന്നു 3 കഥാപാത്രങ്ങൾ ബേത്ലഹേം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ കടന്നു പോകുന്നു. 1 നിറവേറുള്ള മറിയം, 2 അരവേറുള്ള കഴുത, 3 മിസ്റ്റർ യോസേപ്പ്. ഓരോ വീടിൻ്റെയും വാതിൽക്കൽ ചെന്നിട്ട് യോസേപ്പ് പിതാവ് മുട്ടി വിളിച്ച് ചോദിക്കുക, ഇടവുണ്ടോ, ഒരു കൊച്ചിന് ഉണ്ടാകാൻ ഇടവുണ്ടോ?
എല്ലാ വീട്ടിൽ നിന്ന് ഒറ്റ മറുപടി, ഇടവില്ല, ഇടവില്ല, ഉണ്ടാകാൻ ഇടവില്ല. ആർക്കാ ഉണ്ടാകാൻ ഇടവില്ലാത്തത്? എല്ലാം ഏകവാക്കിനാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവന് ഉണ്ടാകാൻ ഇടവില്ല. അവസാനം യോസേപ്പ് പിതാവ് കമ്പും കോലും വകഞ്ഞ് തടുത്തു മാറ്റിയിട്ട് മയമുള്ള വൈക്കോലും പുല്ലും കൊണ്ട് മൃദുലമായ ഒരു പുൽമെത്ത തയ്യാറാക്കി മറിയത്തെ പിടിച്ചു കിടത്തി. ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ലേബർ റൂമിന്റെ അകത്ത് മറിയം വേദന കൊണ്ട് വളയുമ്പോൾ യോസേപ്പ് പിതാവ് പുറത്ത് അസ്വസ്ഥനായിട്ട് ഉലാത്തുന്നു. ഏതാനും മണിക്കൂർ കഴിഞ്ഞ് കൊടും തണുപ്പത്ത് മറിയം തന്റെ പുത്രനെ പ്രസവിച്ചു. വേദന കൊണ്ട് മറിയം പൊളഞ്ഞു. തണുപ്പിൽ ഈശോ കരഞ്ഞു. ഇതുകൊണ്ട് യോസേപ്പ് പിതാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അപ്പന്റെ ഓട്ടം, കൊച്ചിന്റെ കരച്ചിൽ, അമ്മയുടെ ഉരുളിച്ച. ഇതെല്ലാം കേട്ടപ്പം അയൽവക്കത്തെ ചെറുപ്പക്കാരി പെണ്ണുങ്ങളും പ്രായം ചെന്ന തള്ളമാരും പശുക്കൂടിന്റെ വാതുക്കൽ ഓടിയെത്തി. നോക്കിയപ്പോൾ ഒരു കഷ്ണം പഴന്തുണി പോലും പുതയ്ക്കാനില്ലാതെ ഒരു ചോരക്കുഞ്ഞ് തണുപ്പത്ത് കിടന്ന് കൈകാലിട്ട് അടിക്കുന്നു. പ്രസവിച്ച വയറിനെ നൊമ്പരം അറിയത്തുള്ളൂ. തള്ളമാരും മക്കളോട് പറഞ്ഞു, മക്കളെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ പഴയ ട്രൗസറോ പുതപ്പോ പഴന്തുണിയോ ബനിയനോ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോവാ. ഉള്ള പഴന്തുണി മുഴുവൻ കൊണ്ടുവന്ന് ഈശോയുടെ പുറത്തോട്ടിട്ടു. 12:30 രാത്രിയായപ്പോൾ പഴന്തുണിയുടെ പാണ്ടക്കെട്ടിൽ കണ്ണു തള്ളുന്ന ലോകത്തിന്റെ രക്ഷകൻ. അപ്പോഴേക്കും ആകാശത്തിലെ നക്ഷത്രം കിഴക്കൻ ദിക്കിലേക്ക് യാത്രയായി പൗരസ്ത്യ ദേശത്തെ വിജ്ഞാനികൾക്ക് പാതയൊരുക്കുവാൻ വീതി കാണിക്കുവാൻ. പെട്ടെന്ന് തള്ളമാരും മക്കളോട് പറഞ്ഞു, മക്കളെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ പാട്ടവളക്കോ ഓട്ടുവളക്കോ അവിടെ പെറുക്കിക്കൊണ്ടുപോവാ. പിള്ളേരെല്ലാം വീട്ടിൽ ചെന്നു. ഗതികേടിന് അന്ന് കേരളത്തിന്റെ ഭക്ഷ്യമന്ത്രി, ബേത്ലഹേമിന്റെ മുഖ്യമന്ത്രി. മണ്ണെണ്ണ ഒരു തുള്ളി പോലും കിട്ടാനില്ല. ഉള്ള വിളക്കെല്ലാം കൊണ്ടുവന്ന് പശുക്കൂടിന്റെ വാതുക്കൽ കത്തിച്ചു വെച്ചു. അരണ്ട വെളിച്ചത്തിൽ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കുന്ന വലിയ വായിൽ കരയുന്ന ലോകത്തിന്റെ ഗുരുവിനെ അവർ കണ്ടു. എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചുപോയി. പിറ്റേ ദിവസം പുലരി നക്ഷത്രം കിഴക്ക് വെള്ള കീറി ഉദിച്ചപ്പം ഈ തള്ളമാരും പിള്ളാരും പശുക്കൂടിന്റെ വാതുക്കവും. വിളക്ക് പണ്ടേ അണഞ്ഞുപോയി. പക്ഷേ പഴന്തുണിയുടെ പാണ്ടക്കെട്ടിൽ ലോകത്തിന്റെ രക്ഷകൻ ഇങ്ങനെ കിടപ്പുണ്ടെന്ന് നിസ്സഹായനായി. വന്നവരെല്ലാം മുട്ടുകുത്തി അവനെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പഴന്തുണി പുതച്ചവൻ, ഞങ്ങളുടെ പാട്ടവിളക്കിന്റെ വെട്ടം കണ്ടവൻ, ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നവൻ, ഞങ്ങളുടെ പാർപ്പിടങ്ങളിൽ അന്തി ഉറങ്ങാനുള്ളവൻ, ഞങ്ങളുടെ ഭാഷ സംസാരിക്കാൻ പോകുന്നവൻ, ഇവൻ ഞങ്ങളുടെ ആള്. അതാണ് യേശുവിന്റെ പിറവിക്ക് 740 വർഷങ്ങൾക്കപ്പുറത്ത് യേശയ്യാ പ്രവാചകൻ തന്റെ പരിശുദ്ധ പ്രവചനത്തിൽ പറഞ്ഞില്ലേ, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അവൻ ഇമ്മാനുവേലായത് അങ്ങനെ. നമ്മുടെ പഴന്തുണി പതിച്ച്, നമ്മുടെ സഹനം സഹിച്ച്, നമ്മുടെ കുരിശെടുത്ത്, നമ്മുടെ ദാരിദ്ര്യം സഹിച്ചപ്പോൾ അവൻ നമ്മുടെ ദൈവമായി മാറി. ഹെരോദേസിന്റെ കൊട്ടാരത്തിൽ പിറന്നാൽ അവൻ രാജാക്കന്മാരുടെ ദൈവം. ദാവീദിന്റെ സിംഹാസനത്തിൽ പിറന്നാൽ അവൻ ഗോത്രങ്ങളുടെ ദൈവം. ആ ദൈവം നമ്മുടെ ദൈവമായത് സഹിക്കുന്ന ദൈവമായിട്ടാണ്. ഈശോ എടുത്ത തീരുമാനം എന്താ? ഈശോ എടുത്ത തീരുമാനം ഇപ്രകാരമാ, ഈ ഭൂമിയിൽ എല്ലാവർക്കും എല്ലാം കിട്ടിയിട്ട് ബാക്കി കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം. ഈ ഭൂമിയിൽ എല്ലാവർക്കും നല്ലത് കിട്ടട്ടെ, ബാക്കി കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം. അതായിരുന്നു യേശുവിന്റെ തീരുമാനം. എല്ലാവർക്കും സത്രത്തിന്റെ 1-ാം നമ്പർ മുറി, മെത്ത, കിടക്ക എല്ലാം കിട്ടട്ടെ, എനിക്ക് പശുക്കൂടെ, ചാണകം, മൂത്രം, പുല്ല്, ഇത് മതി. ദൈവമെടുത്ത തീരുമാനം. സഹിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക ജനിച്ച നാൾ മുതൽ. പിന്നെയും യേശുവിന്റെ ജീവിതം എടുക്കുക. ജീവിതത്തിൽ മുഴുവൻ സഹനം. അവനെ ബന്ധുക്കാരും സ്വന്തക്കാരും പിടിച്ചോണ്ട് പോയെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ബോധമുള്ളവരെ കൊണ്ടുപോകും, ബോധം കെട്ടവരെ പിടിച്ചുകൊണ്ട് പോകും. പ്രാന്തനെന്നാണ് വിളിച്ചത്. കാരണം 18 വയസ്സായ യഹൂദൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ പ്രാന്തൻ പറയുക. 33 വയസ്സായിട്ടും പെണ്ണ് കെട്ടാതെ ഒറ്റത്തടിയനായിട്ട് നിൽക്കുന്നു. എല്ലാവരും പറഞ്ഞു പ്രാന്തൻ. അവനെ ആർക്കും മനസ്സിലായില്ല. ജീവിതം മൊത്തം കുരിശിൽ മരിക്കുന്ന സമയത്ത് ഉള്ളുരുകി പ്രാർത്ഥിച്ചു, ഏലോ ഏലോ ലാമാ സബക്താനി. അപ്പോഴും താഴെ നിന്നവർ പറഞ്ഞു, നാക്ക് അവൻ ഏലിയായെ വിളിക്കുന്നു, നാരങ്ങാവെള്ളം കൊണ്ട് കൊടുക്കുമായിരിക്കും. ജനിച്ചപ്പം മുതൽ മരിക്കുന്നിടം വരെ അവനെ ആർക്കും മനസ്സിലായിരുന്നില്ല. ആ വേദനയിലാണ് ഈശോ ചോദിച്ചത്, ഞാൻ ആരാണെന്നാ എല്ലാവരും പറയുന്നത്? മനസ്സിലായോ എന്നുള്ള നൊമ്പരവാ. ക്രിസ്തുവിന്റെ മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് യേശുവിന്റെ ജീവിതത്തിൽ. ഇടയ്ക്കിടയ്ക്ക് ദൈവ സ്വഭാവം, ഇടയ്ക്കിടയ്ക്ക് മനുഷ്യ സ്വഭാവം. മനുഷ്യ സ്വഭാവത്തിൽ ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് പറയുന്നത്. ദൈവ സ്വഭാവത്തിൽ കൂട്ടിച്ചേർത്തു, എന്നെക്കുറിച്ച് ആരോടും ഒന്നും പറയണ്ട. ഗത്സമേനിൽ മനുഷ്യ സ്വഭാവത്തിൽ പ്രാർത്ഥിച്ചു, കാസാകുന്നു പോകട്ടെ. ദൈവ സ്വഭാവത്തിൽ കൂട്ടിച്ചേർത്ത്, പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം യേശുവിൻ്റെ ജീവിതം മുഴുവൻ ഈ കുരിശിൻ്റെ സഹനത്തിൻ്റെ ജീവിതമാണ്. ഇപ്പം നിങ്ങളോട് ചോദിക്കുക, ഏറ്റവും വലിയ സഹനമേതാ? ഏറ്റവും വലിയ സഹനം യേശുവിൻ്റെ ജീവിതത്തിൽ പീലാത്തോസ് വിധിച്ചതല്ല, യൂദാസ് ഒറ്റിക്കൊടുത്തതല്ല, പത്രോസ് തള്ളിപ്പറഞ്ഞതല്ല, പട്ടാളക്കാരൻ അടിച്ചതല്ല, പടയാളി നൊമ്പരപ്പെടുത്തിയതല്ല. പിന്നെയോ അവനെ ആർക്കും മനസ്സിലായില്ല. ഒരു കാര്യം ചെയ്താൽ ചെയ്തതുപോലെ പിടികിട്ടിയില്ല. അതായിരുന്നു യേശുവിൻ്റെ നൊമ്പരം. കുടുംബജീവിതത്തിലും ഈ നൊമ്പരമില്ലേ? തെറ്റുപറ്റിയ ഭർത്താവ് ഭാര്യയോട് പറയുക, എടീ ക്ഷമിക്കണം, അറിയാതെ പറ്റിയതാ, കണ്ണ് നിറഞ്ഞുകൊണ്ടാ. ഉടനെ പറയാം, പോടൂ, കള്ളക്കണ്ണീര് കാണിക്കാൻ. പെപ്പർനോത്തി പറയണം, മാപ്പാക്കണം, അറിയാതെ സംഭവിച്ചതാ, പോടി, മധുരക്കണ്ണീര് ഒഴുക്കാൻ. എന്നാ കാണിച്ചാലും ചങ്കു പറിച്ച് കാണിച്ചാൽ ചെമ്പരത്തിപ്പൂവാന്ന് പറഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയ നമ്പരം. ഒരു കാര്യം ചെയ്തിട്ട് ചെയ്തതുപോലെ പിടികിട്ടിയില്ലെങ്കിൽ അതെന്തോ ഒരു വേദനയാണ്.
എൻ്റെ വീട് ഉൾനാടൻ ഗ്രാമം, കട്ടപ്പനയെടുത്ത് വലിയ തോവാള നേരത്തെ സൂചിപ്പിച്ചു. 10-15 വർഷമായാലും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കരണ്ട് വന്നിട്ട്. അതിനു മുമ്പ് കരണ്ടില്ല. അപ്പോൾ കരണ്ടില്ലാത്ത സമയത്ത് നാട്ടിൽ മുന്തിരി, ഓറഞ്ച്, ആപ്പിൾ ഇതൊക്കെ കാണണമെങ്കിൽ ഇടവകയുടെ വലിയ പെരുന്നാൾ വരണം, അല്ലെങ്കിൽ അടുത്തുള്ള സിറ്റി കട്ടപ്പനയിൽ ചെല്ലണം. ഇപ്പം കരണ്ട് വന്നതിന് ശേഷം നാട്ടിലിപ്പം ഓറഞ്ചും മുന്തിരി ആപ്പിളും ഒക്കെ അവിടെ ഫ്രീസറിലും ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമുക്ക് കാണാൻ മാത്രമാണ്. ഇപ്പം മുന്തിരിങ്ങ ഒന്നും ഞങ്ങളുടെ നാട്ടിലെ പിള്ളേർ 10-15 വർഷം മുമ്പ് ശരിക്കും കണ്ടിട്ടില്ല. ഇപ്പം 985 ഉടുപ്പിട്ടതിന് ശേഷം 10-19 വർഷം മുമ്പ് ഞാൻ ചെല്ലുക വീട്ടിലേക്ക്. അപ്പം അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേന് വികാരിച്ചൻ പറഞ്ഞു, ഈ കപ്പുച്ചും കുപ്പായൊക്കെ എടുത്ത് ചെന്നപ്പം പറഞ്ഞു, വേദപാഠ ക്ലാസ്സിലെ പിള്ളേരെ പഠിപ്പിക്കണം, 4ാം ക്ലാസ്സിലെ 50 പിള്ളേരെ പഠിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ കഥകളെല്ലാം പറഞ്ഞ് തമാശ കൂട്ടി ഉറക്കയും താത്തും ഒക്കെ ശരിക്കും പിള്ളേരെ പഠിപ്പിച്ചു. പാലസ്തീനയിലെ മുന്തിരിക്കൊല, ഇസ്രായേലിലെ കോലാട്, വിശ്വനാട്ടിലെ മുട്ടാട്, ഇതെല്ലാം ശരിക്കും പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹം, മുന്തിരിങ്ങ കണ്ടിട്ടില്ലാത്ത പിള്ളേരെ ഒരു മുന്തിരിങ്ങ വരച്ച് കാണിക്കണം. ഞാനൊരു ചോക്കെടുത്തിട്ട് വളരെ കഷ്ടപ്പെട്ട് 5 മിനിറ്റ് കൊണ്ട് എൻ്റെ സർവ്വ സർക്കശക്തികളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒത്തിരി അധ്വാനം ചെയ്ത് അതിമനോഹരമായ ഒരു മുന്തിരിങ്ങ ബോർഡിൽ വരച്ചു. എന്താ വരച്ചെന്ന് പറയാതെ വരച്ചു. അതിനുശേഷം സൃഷ്ടികർമ്മം കഴിഞ്ഞ് തമ്പുരാൻ നെടുവീർപ്പെട്ടതുപോലെ ഞാനും നോക്കിയിട്ട് അറിയാതെ പറഞ്ഞു, കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു, യഥാർത്ഥ മുന്തിരിങ്ങ പോലും തോറ്റു പോകും. എന്നിട്ട് ക്ലാസ്സിലെ കുട്ടികളോട് ഞാൻ ചോദിച്ചു, മക്കളെ, അച്ഛൻ ഈ ബോർഡിൽ വരച്ചത് എന്താണെന്ന് പറയാമോ? 50 പിള്ളേരാണ് ക്ലാസ്സിലുള്ളത്. ഒരാൾ പോലും ഒട്ടും തെറ്റാതെ ഒരേ സ്വരത്തിൽ അലറി പറഞ്ഞു, ബലൂൺ ബലൂൺ ബലൂണാണ് അച്ഛൻ വരച്ചു വെച്ചിരിക്കുന്നത്. അന്ന് എന്നിലെ ചിത്രകാരൻ അന്ത്യശ്വാസം വലിച്ചു. പിന്നെ ആ കടുങ്കയ്ക്ക് ഇന്ന് വരെ മുതിർന്നിട്ടില്ല. ഏറ്റവും വലിയ നമ്പരമാണ് ഈ മുന്തിരിങ്ങ വരച്ചെടുത്ത് ബലൂണാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ നമ്പരമാണ്. ഒരു കാര്യം ചെയ്തിട്ട് ചെയ്തതുപോലെ പിടികിട്ടിയില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ നമ്പരം. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഈ നമ്പരമാണ് യേശു അനുഭവിച്ചത്. ജീവിതത്തിൽ അവൻ എന്തെല്ലാം ചെയ്താലും ചെയ്തതുപോലെ മനസ്സിലാക്കാത്ത ഒരു ജനത ക്രിസ്തുവിന്റെ ചുറ്റുപാടുകളിലുണ്ടായിരുന്നു. അതായിരുന്നു യേശുവിന്റെ ജീവിതത്തിന്റെ ഒരു വലിയ മുറിവ്, ഒത്തിരി വലിയ മുറിവ് യേശു അനുഭവിച്ചവനാണ്. അപ്പോൾ യേശുവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ജീവിതത്തിലെ മുറിവുകൾ കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മുറിവ് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിലാണ്. അരുവിത്തറയിൽ നിന്നും 40ഓളം വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് വീട്ടുകാർ കുടിയേറിപ്പോയി ഹൈറേഞ്ചിലേക്ക്. പോകുമ്പോൾ അപ്പൻ, അമ്മ, 16 വയസ്സുള്ള മൂത്ത മകള്, 12 വയസ്സുള്ള രണ്ടാമത്തെ മകള്, 8 വയസ്സുള്ള ഒരു മോന്, ഇന്ന് വീട്ടിലൂടെ എൻ്റെ ജ്യേഷ്ഠൻ അന്ന് 6 വയസ്സ്. അപ്പം 4 മക്കളും അപ്പനും അമ്മയും കൂടെ കുടിയേറിച്ചു. കുടിയേറ്റത്തിൻ്റെ കാലഘട്ടങ്ങളിൽ 2-3 ഏക്കർ സ്ഥലമായിട്ട് അതൊക്കെ വളച്ചു പിടിച്ചും കുറച്ച് വിലയ്ക്ക് മേടിച്ചും കുറച്ച് എൻക്രോച്ച് എടുത്തും ഒക്കെ ആയിട്ട് താമസിക്കുന്ന സമയം 2 വർഷം കഴിഞ്ഞു പച്ചക്കറികളും പലവർഗ്ഗങ്ങളും ഒക്കെ പച്ച പിടിച്ചു. അങ്ങനെ പച്ച പിടിക്കുന്ന സമയത്ത് സാവധാനം പ്രായം ചെന്നവർക്കൊരു രോഗം, മലമ്പനി. ഒരുപാട് മുതിർന്നവർ വീണു മരിച്ചു. 20 വയസ്സിൽ താന്നവർക്കെല്ലാം കരൾ ദ്രവിക്കുക, ചങ്കിൽ വെള്ളം കെട്ടുക, കാരണമറിയത്തില്ലാത്തൊരു രോഗം. അന്ന് കണിയാന്മാരും കാട്ടുവൈദ്യന്മാരുമേ ഉള്ളൂ. നല്ലൊരു ആശുപത്രി വരണമെങ്കിൽ കാഞ്ഞിരപ്പള്ളി വരണം. ആദ്യം ഒരു ജനുവരി മാസത്തിൽ 16 വയസ്സ് പ്രായമുള്ള മൂത്ത മകൾക്ക് ഈ രോഗം പിടിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ 12 വയസ്സുള്ള മോൾക്കും ഇതേ രോഗം തന്നെ. 2 പേരെ ഒരുമിച്ച് പോരാൻ അപ്പനമ്മമാർക്ക് പറ്റുകയില്ല. അവസാനം കാഞ്ഞിരപ്പള്ളിയിലുള്ള അമ്മ വീട്ടുകാർ മൂത്ത മകളെ കൊണ്ടുവന്ന് 15 ദിവസം കഴിഞ്ഞ് മൂത്ത മോള് മരിച്ച് അടക്കി 8 ദിവസം കഴിഞ്ഞാണ് മകളുടെ മരണവാർത്ത അമ്മ അറിയുക. അടുത്ത ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഈ 8 വയസ്സുള്ള ആൾക്കും ഇതേ രോഗം. ഒരു ജനുവരിക്കും ഒക്ടോബറിനും ഇടയിൽ 10 മാസങ്ങൾക്കിടയിൽ 16ഉം 12ഉം 8ഉം വയസ്സുള്ള 3 മക്കൾ അപ്പനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടു. ഇന്നുള്ള ഏക ജ്യേഷ്ഠൻ മാത്രം കുടുംബത്തിൽ അവശേഷിച്ചു. അമ്മ അതോടെ ശ്വാസം മുട്ടലും മാറാ രോഗിയായിട്ട് മാറി, അപ്പനും അമ്മയും ഒക്കെ. എൻ്റെ വൈദിക പരിശീലന കാലഘട്ടത്തിൽ കൺവെൻഷൻ പ്രസംഗത്തിന് ബദലായിരുന്നപ്പോൾ തന്നെ എന്നെ കൊണ്ടുപോകായിരുന്നു. അപ്പം പ്രസംഗിക്കുന്നു കേട്ട് നോട്ടീസോ പോസ്റ്ററോ കാണുമ്പം ചേട്ടൻ അമ്മയും കൊണ്ട് പ്രസംഗം കേൾപ്പിക്കാൻ വരും. പ്രസംഗം കഴിഞ്ഞ് ആൾക്കാരൊക്കെ കെട്ടിപ്പിടിച്ചും കൈ തന്നും വർത്തമാനം പറഞ്ഞ് നല്ല വാക്ക് പറയുമ്പോൾ അമ്മ പറയും, അധികമൊന്നും ഞെളിയല്ലേ, അഹങ്കരിക്കരുത്. 3 മാലാഖ കുഞ്ഞുങ്ങൾ നിനക്ക് മുന്നേ പറന്നു പോയതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുക. എൻ്റെ മോനെ, എനിക്കൊരാഗ്രഹമുള്ളൂ, നിനക്ക് പട്ടം കിട്ടി അധികം പേരുദോഷം ഉണ്ടാകുന്നതിന് മുമ്പ് അങ്ങ് മരിച്ചാൽ മതിയെന്നേ ഉള്ളൂ അമ്മയുടെ ആഗ്രഹം. എൻ്റെ പൗരോഹിത്യം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞായിരുന്നു അമ്മയുടെ മരണം. അപ്പം അമ്മയുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കും. അമ്മ പറയും, മോനെ, എൻ്റെ കണ്ണുനീരിൻ്റെയും വേദനയുടെയും സമയത്ത് 2 കാര്യങ്ങളാണ് ശക്തിപ്പെടുത്തിയത്. 1 കുരിശുരൂപവും, 2 വിശുദ്ധ ബൈബിളും. അമ്മയുടെയൊക്കെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊരു ഉറപ്പാണ്, രാത്രി എത്ര നീണ്ടതാണെങ്കിലും അവസാനം ഒരു പുലരിയുണ്ട്. യാത്ര എത്ര നീണ്ടതാണെങ്കിലും അവസാനം ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ സഹനം എത്ര വലുതാണെങ്കിലും ആ സഹനത്തിന് ദൈവമൊരുക്കുന്ന ഒരു സമ്മാനമുണ്ട്. അനങ്ങാത്ത മുട്ടയിൽ ആടുന്ന മയിലുണ്ട്, ഉണക്ക വിത്തിൽ പച്ചമരമുണ്ട്, കളിമണ്ണിൽ കലവുണ്ട്. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്.
അനങ്ങാത്ത മുട്ടയിൽ ആടുന്ന മയിലിനെ ഒളിപ്പിച്ചവന്, പച്ച മണ്ണിൽ കലത്തെ ഒളിപ്പിച്ചവന്, ഒരു ഉണക്ക വിത്തിൽ പച്ച മരത്തെ ഒളിപ്പിച്ചവന് സഹനത്തിൽ സമ്മാനം ഒരുക്കാൻ പറ്റും. ഈ ഒരു ബോധ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നും സൂക്ഷിക്കുക. ബുദ്ധിക്കും യുക്തിക്കും അപ്പുറത്ത് ഒരുപാട് കാര്യം സംഭവിക്കുമ്പം ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടൊന്നും ഉത്തരവൊന്നുമില്ല. ഒറ്റപ്പുത്രൻ മോട്ടോർ സൈക്കിൾ അപകടത്തിൽ മരിക്കുന്നു, 50 തികയാത്ത ഭർത്താവ് അറ്റാക്കായിട്ട് മരിക്കുന്നു, ഭാര്യ ആദ്യ പ്രസവത്തോടെ തളരുന്നു, ജീവിതത്തിൽ ഉത്തരവില്ല. മകളൊരു വഴിക്ക് പോകുന്നു, മകൻ മറ്റൊരു വഴിക്ക് പോകുന്നു. എന്തെല്ലാം ജീവിതാനുഭവങ്ങൾ, ഒത്തിരി നെഗറ്റീവായ ജീവിതാനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. എല്ലാവരുടെയും ജീവിതത്തിലുണ്ടല്ലോ നെഗറ്റീവ് അനുഭവം. 46 വയസ്സുള്ള സ്ത്രീ വികാരിയച്ഛൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഫാദർ, കല്യാണം കഴിച്ച അന്ന് മുതൽ എനിക്ക് മുഴുവൻ നെഗറ്റീവ് അനുഭവമാണ്. അച്ഛൻ ചോദിച്ചു, എന്തെല്ലാം? എൻ്റെ അച്ഛ കെട്ടിയവൻ ആദ്യ രാത്രി കഴിഞ്ഞപ്പം മുതൽ കുടി ചവിട്ട് എല്ലാ രീതിയിലും എന്നെ ഉപദ്രവിക്കുക. ഇതൊരു ഭാര്യയെ സംബന്ധിച്ച് നെഗറ്റീവ് അല്ലേ? അച്ഛൻ പറഞ്ഞു, ശരി, തീർച്ചയായിട്ടും നെഗറ്റീവ് അനുഭവമാണ്. അച്ഛ മൂത്ത ചെറുക്കനാണെങ്കിൽ 21 വയസ്സായപ്പം ഒരു ചോകത്തിപ്പണിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് കയറി വന്നിരിക്കുന്നു. ഇത് അമ്മയെ സംബന്ധിച്ച് നെഗറ്റീവ് അല്ലേ? അച്ഛൻ പറഞ്ഞു, തീർച്ചയായിട്ടും നെഗറ്റീവാണ്. 16 വയസ്സുള്ള മോൾ ഒരു മുസ്ലിമിനെ പ്രേമമാണെന്ന് പറയുന്നു. ഇതും അച്ഛാ നെഗറ്റീവ് അല്ലേ? അച്ഛൻ പറഞ്ഞു, നെഗറ്റീവാണ്. അച്ഛാ കെട്ടിയവൻ, മോന്, മോള്, 3 നെഗറ്റീവ് അനുഭവം. അച്ഛൻ പറഞ്ഞു, ഇത്രയും നെഗറ്റീവ് ആണെങ്കിലും സഹോദരിക്ക് 46 വർഷം ഭൂമിയിൽ ജീവിച്ചിട്ട് പോസിറ്റീവായിട്ട് ഒന്നും പറയാനില്ല. ആ സ്ത്രീ പറഞ്ഞ, അച്ഛാ ഒരു കാര്യം പോസിറ്റീവാണ്. എന്താ? ഐ ആം HIV പോസിറ്റീവ്. അതാണ് ആകെയുള്ള പോസിറ്റീവ്. അപ്പം നെഗറ്റീവ് അനുഭവങ്ങളുടെ 100 വേലിയേറ്റങ്ങൾക്കിടയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്തും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് കാണാൻ പഠിക്കുന്നുണ്ട്. ഒത്തിരിയേറെ തകർച്ചകളും നൊമ്പരങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകുമ്പം അതിൻ്റെ നടുവിലും നമ്മൾ കണ്ടുപിടിക്കുക. സകല തകർച്ചയുടെയും നടുവിൽ ഇങ്ങനൊരു പോസിറ്റീവല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ തകർച്ചകളും നൊമ്പരങ്ങളും മുറിവുകളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ എല്ലാം പുറകിലും ദൈവത്തിൻ്റെ ക്രമീകരിക്കുന്ന ഒരു കരമുണ്ടെന്ന്, മറഞ്ഞിരിക്കുന്ന ദൈവപരിപാലനയുടെ ഒരു കരമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അതാണല്ലോ ബൈബിൾ മുഴുവൻ പഠിപ്പിക്കുന്ന പാഠം. എത്രയോ വലിയ തകർച്ചകൾ വന്നാലും ശരി, അതിൻ്റെ എല്ലാം പുറകിൽ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഉത്തരവില്ല. എല്ലാ സഹനത്തിൻ്റെ ഉത്തരം ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടില. ഒരു തെറ്റും ചെയ്യാത്തവൻ 33-ാമത്തെ വയസ്സിൽ എന്തിനു വേണ്ടിയാണ് മരിച്ചത്? ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളുടെ പരിഹാരമായിട്ട് പാപരഹിതനായ ക്രിസ്തു 33-ാമത്തെ വയസ്സിൽ മരിച്ചെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്ന തിന്മകൾക്ക് പരിഹാരമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ സഹിക്കേണ്ടി വരും. ഒത്തിരി രാസവസ്തുക്കളും വിഷവാതകങ്ങളും ഉയരുന്ന ലോകത്ത് ഒരുപാട് പേര് നമ്മുടെയൊക്കെ നാട്ടിൽ ക്യാൻസർ രോഗികളായിട്ട് മാറുന്നു. കേരളമൊക്കെ എത്ര പെട്ടെന്ന് ആ ക്യാൻസറിൻ്റെ കരകലയങ്ങളിൽ ഇന്ന് അമരുക. ഒരുപാട് പേര് പുകവലിച്ച് പുക തള്ളുമ്പോൾ ശ്വാസകോശ രോഗങ്ങൾ ഈ ലോകത്ത് വർദ്ധിക്കുന്നു. ആരൊക്കെയോ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ലോകത്ത് നമ്മൾ സഹിച്ചേ പറ്റൂ. ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഉത്തരവില്ല. നമ്മൾ വെറുതെ ചിന്തിച്ചാൽ മതി. ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും നമ്മുടെ തന്നെ ജീവിതത്തിലെ ഏതെങ്കിലും സഹനത്തിന് ഉത്തരവുണ്ടോ? സ്വന്തം ശരീരം തന്നെ എടുത്ത് ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ചിന്തിച്ചാൽ ഈ ശരീരത്തെക്കുറിച്ച് തന്നെ എന്നാ ഉത്തരവായിരിക്കുന്നു? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജനിക്കുമ്പം ദൈവം നമുക്ക് സകല അവയവങ്ങളും തന്നിട്ടുണ്ട്, ഒരെണ്ണം ഒഴികെ. കൈ തന്നു, കണ്ണ് തന്നു, മൂക്ക് തന്നു, വാ തന്നു, കാല് തന്നു. പക്ഷെ ജനിക്കുമ്പം ദൈവം നമുക്ക് പല്ല് തന്നിട്ടില്ല. 1-2 വയസ്സാകുമ്പോൾ മുല്ലപ്പൂ മുട്ടുപോലെ കുമ്പളങ്ങാക്കുരു പോലെ വായിക്കകത്ത് പല്ല് വന്ന് നിൽക്കും. 5 വയസ്സാകുമ്പം കയ്യും കാലും പറയല്ല, വായിലെ പല്ല് പറഞ്ഞു പോകും. വീണ്ടും വലിയ പലകപ്പല്ല് മത്തങ്ങാക്കുരു പോലെ വീതിയുള്ള സാധനം വായിക്കകത്ത് വന്ന് നിൽക്കും. ജീവിതകാലം മുഴുവൻ ചില ആൾക്കാർക്ക് മോണയ്ക്ക് പഴുപ്പ്, പല്ലിന് പുളിപ്പ്, ആകപ്പാടെ തരിപ്പ്. ലഡു കണ്ടാൽ ഓക്കാനിക്കാൻ വരുന്നു, കുലുക്കുഴിഞ്ഞാൽ വല്ലാത്ത പുളിപ്പ്, സഹിക്കാൻ വല്ലാത്ത ആൾക്കാർ. 10, 65, 70 വയസ്സാകുമ്പം കയ്യും കാലും പറയില്ല, പലരെയും വായിലെ പല്ല് പറഞ്ഞു പോകും. തൊലിക്ക് ചുളിവ് വീഴത്തേ ഉള്ളൂ, മുടി നരയ്ക്കത്തേ ഉള്ളൂ, പല്ല് പറഞ്ഞു പോവുക. പല ആൾക്കാരും വന്ന് പറയാം, എൻ്റെ അച്ഛാ വല്ലാത്ത പല്ലുവേദന, കാര്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. പിന്നെ പല്ലായതുകൊണ്ട് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയരുത്, ദൂരെ നിന്ന് പ്രാർത്ഥിക്കണം. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഓർക്കും, ദൈവമായ കർത്താവെ, എത്ര പേരാ പല്ലുവേദനയാണെന്ന് പറഞ്ഞു വരുന്നത്. ദൈവമേ, കേടും പോടും പൊത്തും പുളിപ്പും പഴുപ്പും പിടിച്ച് എത്രയോ പല്ല്. എൻ്റെ പൊന്നു തമ്പുരാനെ, കയ്യിലെ നഖം നീ നീട്ടി തരുമ്പോൾ ഞാൻ നെയിൽ കട്ടർ വെച്ച് ടിപ്പ് ടോപ്പായിട്ട് വെട്ടി നിർത്താറുണ്ട്. ഇതുപോലെ കേടും പോടും പൊത്തും പുളിപ്പും കൊണ്ട് സകലമാന പല്ലും നീ നീട്ടി കീഴോട്ട് വിടാമെങ്കിൽ ഒരു പല്ലുവെട്ടി വെച്ച് ടിപ്പ് ടോപ്പായിട്ട് വെട്ടി നിർത്താം. പലപ്പോഴും ഓർത്തിട്ടുണ്ട്, പക്ഷേ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഡെന്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറോട് ഞാൻ ചോദിച്ചു, മനുഷ്യൻ ജനിക്കുമ്പം പല്ലില്ല, പിന്നെ കേൾക്കുന്നു, പറയുന്നു, വരുന്നു, എന്തെങ്കിലും രഹസ്യമുണ്ടോ? ഡോക്ടർ പറഞ്ഞു, പൊന്നച്ചാ, ഇതുകൊണ്ട് കോനസ്റ്റ് ചോദ്യം എന്നോട് ചോദിച്ചേക്കരുത്. പറിക്കാൻ പറഞ്ഞാൽ പറിക്കും, വെക്കാൻ പറഞ്ഞാൽ വെക്കും, മരപ്പിക്കാൻ പറഞ്ഞാൽ മരപ്പിക്കും. റൂട്ട് കനാലല്ലേ, ഇത് സൂയസ് കനാൽ വെള്ളം ചെയ്തു കൊടുക്കും. ഇത് നിങ്ങളുടെ മേഖല.
അപ്പം നമ്മുടെ പല്ലിനെ കുറിച്ച് പോലും നമുക്ക് ഉത്തരവില്ലെന്ന് വരികിൽ നീറുന്ന പ്രശ്നങ്ങൾക്ക് ബുദ്ധിയുടെ തലത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. ദൈവം അനുവദിച്ചിരിക്കുന്നു ഈ സഹനങ്ങൾ, ഈ രോഗങ്ങൾ, ഈ വേദനകൾ. ഇത് മാത്രമേ ഉത്തരവുള്ളൂ. തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ ഞാൻ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഇപ്പം നഴ്സറി പിള്ളേരെ അവിടെ MBBS പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ ഇങ്ങനെ ധ്യാനിപ്പിക്കുക. അപ്പോൾ ധ്യാനിപ്പിക്കുന്ന സമയത്ത് കോഴഞ്ചേരിക്കാരനായ മർത്തോമാക്കാരൻ ഒരു കാർന്ന് ഒരു 50-55 വയസ്സ് വരും. അദ്ദേഹത്തിൻ്റെ 90ഓളം വയസ്സ് പ്രായമായ അപ്പൻ തൊണ്ടയ്ക്ക് ക്യാൻസർ ബാധിച്ച് പുഷ്പഗിരി കിടപ്പുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ വേദന ശമിപ്പിക്കാനുള്ള മരുന്ന് കൊടുത്ത് കിടത്തിയിരിക്കുക. എന്നോട് പറഞ്ഞ അച്ഛൻ വന്ന് അല്പസമയം തലയ്ക്കലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആ ആശുപത്രിയിൽ മുറി കയറിച്ചു. ഇദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് അസുഖമുള്ളതുകൊണ്ട് സാവധാനം വർത്താനം പറയും, ഞരങ്ങി കുറുകിയേ പറയത്തുള്ളൂ. ഞാൻ അടുക്ക ചെന്നിരുന്ന് ബൈബിൾ ഭാഗമൊക്കെ അല്പം വായിച്ച് പ്രാർത്ഥിച്ച് തലയിൽ കഴിച്ച് വായിച്ചൊരു പാട്ടൊക്കെ പാടി ഒരു 10-20 മിനിറ്റ് അവിടെ ചിലവഴിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുക. ഞാൻ ചോദിച്ചു, അച്ചായ വല്ലാത്ത വേദനയുണ്ടോ, സഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ വേദനയുണ്ട്, പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റും. അച്ഛൻ ബൈബിൾ മൊത്തം വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഓവ്. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്നും പോകുന്ന ഭാഗം അച്ഛൻ അറിയാവോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അറിയാം. ജോഷുവയുടെ നേതൃത്വത്തിൽ തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത ഭൂമിയിൽ ഇസ്രായേൽ മക്കൾ കടന്ന ഭാഗം അറിയാവോ? ഞാൻ പറഞ്ഞു, എനിക്കതും അറിയാം. അച്ഛാ എനിക്ക് നിരാശയൊന്നുമില്ല. ഈ ലോകമാകുന്ന ഈജിപ്തിൽ നിന്നും എൻ്റെ കർത്താവാകുന്ന മോശ എന്നെ സ്വർഗത്തിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ഉറപ്പുണ്ട്, തേനും പാലും ഒഴുകുന്ന സ്വർഗീയ കാനാൻ ദേശത്ത് എൻ്റെ ക്രിസ്തു വന്ന ജോഷുവ എന്നെ കൈപിടിച്ച് നടത്തുമെന്ന്. ആ മനുഷ്യൻ കുരിശിന് സന്ദേശം പഠിച്ച അനുഗ്രഹീതനായ മനുഷ്യൻ. അദ്ദേഹത്തിന് മുമ്പിൽ 10-14 വർഷക്കാലം ഞാൻ പഠിച്ച തത്വശാസ്ത്രങ്ങളും ദൈവശാസ്ത്രങ്ങളും കാറ്റത്ത് കരികല പോലെ പറന്നകലുന്നത് കണ്ടു. കുരിശിൻ്റെ അർത്ഥം, സകലത്തിൻ്റെ അർത്ഥം കുരിശിൽ നിന്നും പഠിച്ച മനുഷ്യൻ. ജീവിതത്തിൻ്റെ അർത്ഥത്തെ നമ്മളിങ്ങനെയാണ് കണ്ടെത്തേണ്ടത്. തൃശ്ശൂരിൽ സമ്പന്നനായൊരു മനുഷ്യൻ അരിക്കച്ചവടം നടന്ന അരിയങ്ങാടിയിൽ അരിക്കച്ചവടം നടത്തുന്ന മനുഷ്യൻ്റെ കയ്യിൽ വെറുതെ ഒരു 3 ലക്ഷം രൂപ വെറുതെ സ്റ്റോക്കായിട്ട് ലിക്വിഡ് ക്യാഷായിട്ട് കയ്യിലുണ്ട്. ഒരു സ്വർണ്ണക്കടക്കാരൻ കൈവായ്പയായിട്ട് ചോദിച്ചു, രേഖയൊന്നുമില്ല. ഈ 3 ലക്ഷം രൂപ കൊടുത്തു. ഈ പൈസ മേടിച്ച മനുഷ്യൻ 3 ദിവസം കഴിഞ്ഞ് കാർ അപകടത്തിന് മരിച്ചു. 3 ലക്ഷം രൂപയ്ക്ക് യാതൊരു രേഖയിൽ. ഇയാളുടെ മരണത്തിന് ശേഷം കട പടിപടിയായിട്ട് പൊട്ടി അധപ്പതിച്ച്. ഈ മനുഷ്യൻ്റെ അരിക്കച്ചവടം തകരാൻ തുടങ്ങി. 2 വർഷം കഴിഞ്ഞപ്പം ആ സ്വർണ്ണക്കടക്കാരുടെ കുടുംബം പാപ്പരായിട്ട് മാറി. ഇയാളും അടിത്തറ ഇളകിയ പോലെ പരമദരിദ്രരായിട്ട് മാറി. 25, 23, 21 വയസ്സുള്ള 3 പെൺകുട്ടികൾ. കടവാന്നറിഞ്ഞപ്പം പലരും അകലാൻ തുടങ്ങി. പല പൈസയും തിരിച്ച് ചോദിക്കാൻ തുടങ്ങി. കാശുള്ളപ്പോൾ എല്ലാവരും സുഹൃത്തുക്കളാണ്, പണമില്ലാത്തപ്പം എല്ലാവരും അകലുക. അപ്പം അങ്ങനെ അകന്ന് ഈ മനുഷ്യൻ ആകെപ്പാടെ നിരാശയായി. പിടിച്ചു നിൽക്കാൻ മാർഗമില്ല. അവസാനം ഭർത്താവും ഭാര്യയും കൂടെ തീരുമാനിച്ചു, പൊട്ടാസ്യം സയനൈഡ് ചോറിൽ കലർത്തി 3 മക്കൾക്കും കൊടുക്കുക, അപ്പനും അമ്മയും കഴിക്കുക, അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുക. ഈ പദ്ധതി 2 മാസക്കാലം മനസ്സിൽ വെച്ചു. അവസാനം ഒരു ഞായറാഴ്ച രാത്രിയിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഞായറാഴ്ച രാവിലെ തൃശ്ശൂർ പുത്തൻപള്ളിയിൽ മാതാവിൻ്റെ പള്ളിയിൽ കുർബാനയ്ക്ക് വേണ്ടി ചെന്ന് നിൽക്കുന്ന സമയത്ത് 2 പേരും പള്ളിയിൽ ഏറ്റവും മുൻവശത്ത് നിൽക്കുക. അന്നത്തെ കുർബാനയിൽ അവർക്ക് ഉറപ്പാണ്, അവസാനം ചൊല്ലുന്ന പ്രാർത്ഥന ഇനിയൊരു ബലി അർപ്പിക്കാൻ വരികയില്ലെന്ന് ഉറപ്പാണ്. അങ്ങനെ ചൊല്ലിയിട്ട് വരാൻ വേണ്ടി തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. കുർബാനയുടെ ആരംഭ ഭാഗം പങ്കെടുത്തു. എന്തെങ്കിലും ദൈവത്തിൻ്റെ സന്ദേശം ഉണ്ടോ എന്ന് ശ്രദ്ധാപൂർവ്വം കാതോർത്തു. കാഴ്ചവയ്പായി സുവിശേഷ വായന, പ്രസംഗം, ഓശാന ഒന്നും ഏശുന്നില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ കുർബാനയുടെ പകുതി സമയമായപ്പോൾ അച്ഛൻ കാസയും പീലാസയും ഉയർത്തുന്നതിന് മുമ്പ് ആ പ്രാർത്ഥന അല്പം തെളിച്ചെന്ന് പ്രാർത്ഥിച്ചു. കർത്താവായ ദൈവമേ, നിന്റെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. പെട്ടെന്ന് കരണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഭർത്താവിനും ഭാര്യയ്ക്കും ദേഹം ഒന്ന് ധരിച്ചു. ഒരു നിമിഷത്തിലെ ഓർമ്മ അവൻ്റെ പിറവി തിരുനാളിൻ്റെ ഓർമ്മയല്ല, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഓർമ്മയല്ല, അവൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്മരണ. കർത്താവായ ദൈവമേ, നിന്റെ പ്രിയപുത്രൻ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. കുർബാന കഴിഞ്ഞു. പള്ളിയുടെ ഫോർട്ടിക്കോയിൽ വന്ന ഭർത്താവും ഭാര്യയും പരസ്പരം പറഞ്ഞു, പീഡാനുഭവം ആരംഭിച്ചതേ ഉള്ളൂ, കുരിശുമരണം കാത്തിരിക്കുന്നു. അവരിനെ പൊട്ടാസ്യം സയനൈഡ് കഴിക്കുകയല്ല ചെയ്തത്. അന്ന് വൈകുന്നേരം ആരിൽ നിന്നോ പണം കടം മേടിച്ച് കൊളുത്തുവയിൽ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനത്തിന് ചെല്ലുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം നവീകരിക്കപ്പെട്ട ദമ്പതിമാരായി തിരിച്ചു വരുന്നു. ഉരുളുന്ന വണ്ടിയിൽ പച്ചക്കറി കച്ചവടം നടത്തി, തട്ടുകട ചേർത്ത് നടത്തി. വർഷങ്ങളിലൂടെ 3 പെൺപിള്ളാരെ കെട്ടിച്ചു വിട്ടു. ഇന്ന് മാതൃകാ ദമ്പതിമാരായി വലിയ അല്ലലില്ലാതെ ധ്യാനങ്ങൾ കൂടി ധ്യാനകേന്ദ്രങ്ങളിൽ വന്ന് സഹായിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുന്നു. ഒറ്റ വചനമായി ശക്തിപ്പെടുത്തിയത് കുർബാനയിലെ സ്ഥാപനവാക്യം മാത്രം.
അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പീഡാസഹനത്തിൻ്റെ സ്മരണ ആചരിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചതാണ്. എറണാകുളം സിറ്റി ചെന്നാൽ ബ്രോഡ്വേയിൽ 2 ഹോട്ടലുണ്ട്. ഒന്ന് ശാരദ, 2 ബ്രീസ് ഹോട്ടൽ. ശാരദ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് കാശില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ INTUCയുടെ ത്രിവർണ്ണക്കാർഡ് കൊടുത്താൽ ഭക്ഷണം ഫ്രീ. പിന്നീട് പാർട്ടിക്കാർ കാശടച്ചോളും. ബ്രീസ് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് CATUവിൻ്റെ റെഡ് കാർഡ് കൊടുത്താൽ മതി, ഭക്ഷണം ഫ്രീ. പാർട്ടി കാശടയ്ക്കും. പാർട്ടിയുടെ ധാരണയാണത്. എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നതല്ലേ, അരി തരാം, തുണി തരാം, പണി തരാം. ഇതാണ് രാഷ്ട്രീയക്കാരുടെ വാഗ്ദാനം. കേസരിയ ഫിലിപ്പിയിൽ നിരക്ഷരനായ ശിമയോൻ പത്രോസ് ചോദിച്ചു, എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്റെ പിന്നാലെ വരുന്നു, നീ ഞങ്ങൾക്ക് എന്തു തരും? ഈശോ പറഞ്ഞത്, പത്രോസെ, അരി തരാം, തുണി തരാം, പണി തരാമെന്നല്ല, നീ എൻ്റെ പിന്നാലെ വന്നാൽ നിനക്ക് ഞാൻ കുരിശ് തരാം. നിനക്ക് ഞാൻ കുരിശ് തരാം. അമ്മത്രസ്യ എന്ന സഭയിലെ വലിയ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കുമ്പോൾ യേശുവിൻ്റെ കുരിശുരൂപത്തെ നോക്കി പറഞ്ഞു, വെറുതെയല്ല അധികം പേരൊന്നും നിന്റെ പിന്നാലെ വരാത്തത്, ആരെല്ലാം അടുത്തു വരുവോ അവർക്ക് നീ കുരിശ് കൊടുക്കും. ക്രിസ്തുവിനോട് അടുക്കും തോറും കുരിശുറപ്പാ. നമുക്കറിയാം, നിങ്ങൾ നാട്ടിൽ വരുമ്പം നിങ്ങളുടെ കഴുത്തേലെ മാലയിൽ കള്ളന്മാർ നോക്കും. കാരണം നിങ്ങളുടെ കഴുത്തേലെ മാല സ്വർണ്ണമാല. കന്യാസ്ത്രീ അമ്മമാർ നാട്ടിലൂടെ നടന്നാൽ ആരും കഴുത്തേ നോക്കിയല്ല, അത് വരവ് മാല, അലുമിനിയം മാല. പിശാചിൻ്റെ കണ്ണ് സ്വർണ്ണമാല പോലെ തിളങ്ങുന്ന നല്ല മനുഷ്യരെയാ അവൻ പരീക്ഷിക്കുക. അല്ലാത്തവരെ പരീക്ഷിക്കേണ്ട കാര്യമില്ല, കാരണം അവരുടെ തല അവൻ്റെ കക്ഷത്തിൽ തന്നെയായിരിക്കുന്നത്. പ്രത്യേക പരീക്ഷണത്തിന് കാര്യമില്ലല്ലോ. ഇപ്പോൾ ക്രിസ്തുവിനോട് അടുക്കുമ്പം, ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ ഒത്തിരി പരീക്ഷണങ്ങളും ഒരുപാട് വേദനകളും ഒക്കെ നമുക്കുണ്ടാകും. അത് വലിയൊരു സത്യമാണ്. ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു കഥാപാത്രത്തെ കാണാം, സഹനത്തിൻ്റെ മനുഷ്യൻ. മനുഷ്യൻ്റെ സഹനത്തിൻ്റെ അർത്ഥമെന്തെന്ന് പഠിപ്പിക്കാൻ എഴുതപ്പെട്ട ഒരു പ്രത്യേക പുസ്തകമാണ് ജോബിൻ്റെ പുസ്തകം. ജോബിൻ്റെ പുസ്തകം 34 മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നു, മക്കൾ മരിച്ചു, ആടുമാടുകൾ നഷ്ടപ്പെട്ടു, കൃഷി നഷ്ടപ്പെട്ടു, എല്ലാം തകർന്ന് ജോബ് നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് 2 കൂട്ടരും മാത്രം ശേഷിച്ചു, മിസ്സിസ് ജോബും 3 കൗൺസിലേഴ്സും. വേറെ ആരുമില്ല. ഈ മിസ്സസ് ജോബും 3 കൗൺസിലേഴ്സും മാത്രമേ ഉള്ളൂ ജോബിൻ്റെ ചുറ്റും. അവർ പോലും പറഞ്ഞു, ദൈവത്തെ ശപിച്ചിട്ട് നീ മരിക്കുക. ഇപ്പം കിടക്കുന്ന കിടപ്പിൽ ജോബ് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എനിക്ക് ഈ സഹനം തന്നു? ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. ജോബ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ദൈവം ഉത്തരം കൊടുക്കുക അല്ല ചെയ്തത്. പിന്നെയോ ദൈവം ജോബിനോട് 3 മറുചോദ്യങ്ങൾ ചോദിച്ചു. ജോബ്, ദൈവമേ, നീ എനിക്ക് എന്തിന് ഈ സഹനം തന്നു എന്ന് ചോദിച്ചപ്പോൾ ദൈവം ജോബിനോട് തിരിച്ച് 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. എന്തെല്ലാമാ ചോദിച്ചത്? ജോബേ, കാട്ടിലെ ആട് പ്രസവിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിനക്കറിയാവോ? 2, ആകാശത്തിൽ കഴുകൻ പറക്കുന്ന പാത നിനക്കറിയാവോ? 3, മഞ്ഞ് ഉരുകുന്നതിൻ്റെ പൊരുള് നിനക്കറിയാവോ? ജോബ് ചോദിച്ചു, ദൈവമേ, എന്തിനാ സഹനം? ദൈവം 3 മറുചോദ്യം ചോദിച്ചു. ആട് പ്രസവിക്കുന്നത് എങ്ങനെയാ? മഞ്ഞ് ഉരുകുന്നത് എങ്ങനെയാ? ആകാശത്തിലെ കഴുകൻ്റെ പാത എങ്ങനെയാ? അരി എത്രയെന്ന് ചോദിച്ചപ്പം പയറ് 3 എന്ന് മറുപടി പറയുന്ന രീതിയിലാണ് ദൈവത്തിൻ്റെ പ്രതികരണം. അവസാനം ജോബിന് ഒരു കാര്യം മനസ്സിലായി, മനുഷ്യൻ്റെ ഉത്തരങ്ങളെക്കാൾ ഭേദം ദൈവത്തിൻ്റെ ചോദ്യങ്ങളാണ്. മനുഷ്യൻ്റെ ഉത്തരങ്ങളെക്കാൾ ഭേദം ദൈവത്തിൻ്റെ ചോദ്യങ്ങളാണ്. നമ്മളും പലപ്പോഴും ചോദിക്കും, ദൈവമേ, എന്തുകൊണ്ട് നീ എനിക്ക് ഇങ്ങനെ തന്നു? തമ്പുരാൻ ചോദിക്കും, മോനെ, നീ പറഞ്ഞിട്ടല്ലല്ലോ നീ ഈ ഭൂമിയിൽ ജനിച്ചത്, ഇതുവരെ നീ അല്ലല്ലോ, നീ ഭക്ഷണം തിന്നു, പക്ഷെ ഞാനല്ലേ നിന്നെ വളർത്തിയത്, ഇതുവരെ നിന്നെ എത്തിച്ചത് ഞാനല്ലേ, ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്നും ഇത്രയും നിന്നെ എത്തിക്കാമെങ്കിൽ ഇതിൻ്റെ ബാക്കിക്കും എനിക്ക് പ്ലാനുണ്ട്. അതുകൊണ്ടാണ് ജോബ് അവസാനം പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ തിരുനാമത്തിന് സ്തുതി. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ തിരുനാമത്തിന് സ്തുതി. ഒരേ ഒരു സന്തതി മരിച്ചു ശവപ്പെട്ടിയിൽ എടുത്തോണ്ട് പോകുമ്പം പുറകിൽ നടന്ന് ഉപദേശിയാ പാടിയത്, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. ജീവിതത്തിൽ സഹനത്തിൻ്റെ തീച്ചൂളയിൽ ഈ അനുഭവങ്ങളെ നമ്മൾ ഇങ്ങനെ നോക്കിക്കാണാനുള്ള ഒരു വരം, ഒരു കൃപ. കുരിശിൻ്റെ അർത്ഥം കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നമ്മൾ സൂക്ഷിക്കണം. അവസാനം ജോബ് പറയുന്നുണ്ട്, എന്തുകൊണ്ട് ദൈവം എനിക്ക് ഈ സഹനം തന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, സമ്പത്തിൽ സന്നിഹിതനായ എൻ്റെ ദൈവം സഹനത്തിലും സന്നിഹിതനാണ്. സമ്പത്തിൽ സന്നിഹിതനായ ദൈവം എൻ്റെ ജീവിതത്തിൽ സഹനത്തിലും സന്നിഹിതനാണ്. ഓരോ കുരിശിലും ഓരോ സഹനത്തിലും ഈ ഉത്തരവും ഈ ബോധ്യവും നമ്മൾ സൂക്ഷിക്കുക. അതാണല്ലോ നമ്മുടെ വിളി. ശരിക്കും സഹിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം ഒത്തിരിയേറെ ബലപ്പെട്ടതായിട്ട് മാറും. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ച ആ സ്ത്രീക്ക്
ആ ഒരു ആൺകുട്ടിയുണ്ട്. അവസാനം ഭർത്താവിൻ്റെ 1ാം ചരമവാർഷികം കഴിഞ്ഞ് 2 or 3 ദിവസം കഴിഞ്ഞപ്പോൾ ന്യൂമോണിയ ബാധിച്ച് കുഴഞ്ഞ് ഈ മോനും അങ്ങ് മരിച്ചു. ഭർത്താവിനെയും മോനെയും അടക്കിയ കുഴിയുടെ തലയ്ക്കൽ 2 തടികഷ്ണം കൊണ്ട് ഒരു കുരിശിങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഈ സ്ത്രീ എന്നും നീറുക, ഉറങ്ങാൻ പറ്റുന്നില്ല, കിടന്ന് ഉരുളുന്നു, ഒരുപാട് അസ്വസ്ഥത. അങ്ങനെ ഇരിക്കെ ഇവർ സാവധാനം ഒരു കാഴ്ച കണ്ടു. സിമിത്തേരിയിൽ ഈ കുരിശിനോട് ചേർന്ന് ഒരു ചെറിയ വള്ളിച്ചെടി, ഒരു കൊച്ചു പയറിൻ്റെ വള്ളി മുളച്ചു പൊങ്ങിയിട്ട് അത് കുരിശേ കയറി ഇങ്ങനെ വളഞ്ഞു. കുരിശേ കയറി പൊളഞ്ഞ് കുരിശേ ചേർന്ന് കിടക്കുക ഈ കാട്ടുവള്ളി ചേര്, ഒരു ചെറിയ പയറിൻ്റെ വള്ളി. ഇവരെ ഓരോ ദിവസം അത് കളഞ്ഞേക്കാൻ തുടങ്ങും. പക്ഷേ ഓരോ ദിവസം നീട്ടി വെച്ചു ഈ പയറിൻ്റെ വള്ളി ഇങ്ങനെ കുരിശേ ചുറ്റിക്കിടന്നു. ഒരു രാത്രി ഇവർ കിടന്നുറങ്ങുമ്പോഴുണ്ട് ശക്തമായ കൊടുങ്കാറ്റ്. തെങ്ങും റബ്ബറും മരങ്ങൾ പലതും പെടന്നു വീണു. കെട്ടിടത്തിൻ്റെ ഓടിളകി, പലതിൻ്റെയും പട്ടിക ഒടിഞ്ഞു തൂങ്ങി. പിറ്റേ ദിവസം വെളുപ്പിനെ ഇവർ ഓർത്ത് മിക്കവാറും കുരിശുമെല്ലാം തകർന്ന് കിടപ്പ് കാണും. ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും തലയ്ക്ക് നാട്ടിയ ആ കുരിശ്. വെളുപ്പിനെ തന്നെ ഇവർ തിരിയും കത്തിച്ച് പള്ളിയിൽ ചെന്നു. ആദ്യം ചെന്നത് സിമിത്തേരിയിൽ ചെന്ന് ഇവർ നോക്കുമ്പോൾ ഒരു കാഴ്ച ഇവരെ അത്ഭുതപ്പെടുത്തി. വൻവൃക്ഷങ്ങൾ പിടന്നു വീണ രാത്രിയിൽ, തെങ്ങും മറ്റു വൃക്ഷങ്ങളെല്ലാം വേരോടെ അടന്നു വീണ രാത്രിയിൽ ഈ വള്ളിപ്പയർ മാത്രം അടന്നിട്ടില്ല, അത് ചെരിഞ്ഞിട്ടില്ല. കുരിശിനെ പുലുകിയ ആ ചെറിയ വള്ളിപ്പയർ അതവിടെ തന്നെ ഇങ്ങനെ ഉറച്ചു കിടപ്പുണ്ട്. ആ സ്ത്രീയുടെ മനസ്സിൽ കിട്ടിയ ബോധ്യം, കുരിശിനെ പുണരുന്ന ജീവിതത്തിൽ ഒരു കാറ്റും ബാധിക്കുകയില്ല, ഒരു ഓളവും ബാധിക്കുകയില്ല, ഒരു തിരമാലയും ബാധിക്കുകയില്ല. വൻവൃക്ഷങ്ങൾ കടപുഴകി വീണപ്പോഴും ഈ കൊച്ചു കാട്ടുപയറിൻ്റെ വള്ളി തകരാതെ കിടന്നത് കുരിശിനെ ചുറ്റിപ്പറ്റി കിടന്നപ്പോഴാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും കുരിശിനെ പുണരുന്ന ജീവിതത്തിൽ തകർച്ചയിൽ നിന്നും മോചനമുണ്ട്. പത്രങ്ങളിൽ നമ്മൾ പലപ്പോഴും ഞായറാഴ്ച പത്രത്തിൽ നാട്ടിൽ പരസ്യമുണ്ട്, വിവാഹ പരസ്യമാണ്. എന്താ വിവാഹ പരസ്യം? മസ്കറ്റിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോയ മറിയക്കുട്ടിക്ക് അനുയോജ്യനായ വരനെ ആവശ്യമുണ്ട്. നല്ല ശമ്പളം, പുരാതന കത്തോലിക്ക കുടുംബം, വെളുത്ത സുന്ദരി, മസ്കറ്റിൽ പോകാനും ബിസ്ക്കറ്റ് ഉണ്ടാക്കാനും സാധ്യതയുള്ളവർക്ക് മുൻഗണന. 5.5 അടി പൊക്കം, 32 ഇഞ്ച് വണ്ണം. നമ്മുടെ ധ്യാനത്തിൻ്റെ ഈ ദിവസം ദൈവമായ കർത്താവ് പറയുന്നു, എനിക്ക് വരനെ ആവശ്യമുണ്ട്, വധുവിനെ ആവശ്യമുണ്ടെന്നല്ല. കർത്താവ് പറയുന്നു, എനിക്ക് ശിഷ്യന്മാരെ ആവശ്യമുണ്ട്, എനിക്ക് ശിഷ്യകളെ ആവശ്യമുണ്ട്. എന്തേരെ പൊക്കം വേണം? സഖേവൂസിൻ്റെ അത്രയും പൊക്കം മതി. ഈശോയെ എത്തി നോക്കാനുള്ള മനസ്സ്, ഇതാണ് ശിഷ്യത്വത്തിൻ്റെ പൊക്കം. ലൂക്കാ 19:1 മുതൽ 10 വരെ വാക്യങ്ങൾ. ക്രിസ്തുവിനെ എത്തി നോക്കാനുള്ള മനസ്സ്, ഇതാണ് ശിഷ്യത്വത്തിൻ്റെ പൊക്കം. എന്തേരെ വണ്ണം വേണം? ലൂക്കാ 13:24. ഇടുങ്ങിയ വാതിലിലൂടെ കടന്നു പോകാൻ തക്ക വണ്ണം, ഇതാണ് ശിഷ്യത്വത്തിൻ്റെ വണ്ണം. ഇടുങ്ങിയ വാതിലിലൂടെ കടന്നു പോകാൻ തക്ക വണ്ണം വേണം, അതാണ് ശിഷ്യത്വത്തിൻ്റെ വണ്ണം. എന്തേരെ ആരോഗ്യം വേണം? മത്തായി 16:24. അനുദിനം നിന്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരുവാനുള്ള ആരോഗ്യം. അനുദിനം നിന്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരുവാനുള്ള ആരോഗ്യം. എന്തായിരിക്കും തൂക്കം? കുരിശിന്റെ ഒരു പുറത്ത് ഈശോ തൂങ്ങിക്കിടപ്പുണ്ട്, മറുപുറം കാലിയാണ്. ക്രൈസ്തവ ശിഷ്യത്വം എന്ന് പറയുന്നത് കുരിശിന്റെ കാലിയായ മറുപുറത്ത് കയറി തൂങ്ങിക്കിടക്കണം. അങ്ങനെ തൂങ്ങിക്കിടക്കുമ്പം പറഞ്ഞ് താഴോട്ട് വീഴരുത്, അത്രയും തൂക്കം വേണം. എന്തായിരിക്കും സമ്മാനം? മർക്കോസ് 10:30. ഈ ലോകത്തിൽ പീഡകളും കുരിശുകളും, വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സന്തോഷവും. എന്തായിരിക്കണം ബോധ്യം? ഫിലിപ്പിയർ 4:13. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിൽ എനിക്കെല്ലാം സാധ്യമാണ്. ഇതാണ് ശിഷ്യത്വത്തിന്റെ പൊക്കം, ഇതാണ് ശിഷ്യത്വത്തിന്റെ വണ്ണം, ഇതാണ് ശിഷ്യത്വത്തിന്റെ ബോധ്യം, സമ്മാനം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്രൈസ്തവ ശിഷ്യത്വം കരുപിടിപ്പിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു ശിഷ്യത്വത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാ ദൈവം നമ്മളെ വിളിക്കുക. ലോകത്തിന്റെ ചിന്തകന്മാര് താത്വികമായി പറയുന്നത് സഹനം ഒരു വളവാണെന്നാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സഫറിങ് ഈസ് ലൈക്ക് കൗഡങ് എന്നൊരു നിർവചനം. സഹനം ചാണകം പോലെയാണ്, കൗഡങ് പോലെയാണ്. സഹനം ഒരു വളമാണ്, അത് ചാണകം പോലെയാണ്. എന്താണ് ചാണകത്തിന്റെ പ്രത്യേകത? കാണാനൊരു ഭംഗിയില്ല, വൃത്തികെട്ട സാധനം, ദുർഗന്ധം, ഒരു ഷേപ്പും ഇല്ല. പക്ഷേ കലയ്ക്ക് ഒഴിക്കാമെങ്കിലോ വെണ്ടയ്ക്ക, ചീര, പയർ ഇഷ്ടം പോലെ കിട്ടും, ഒന്നാം തരം വളം. അത് പൊടിച്ചിടാമെങ്കിലോ ഏത്തക്കൊല, കുരുമുളക്, തേങ്ങ, തെങ്ങിനുമൊക്കെ ഒന്നാം തരം വളം. ചാണകം ഉഗ്രം വളമാണ്, കണ്ടാ ഭംഗിയില്ല, ഒരു ഷേപ്പുമില്ല, പക്ഷെ നല്ല ഊറ്റൻ വളം. ഇതുപോലെയാണ് സഹനം. ചിലയിടത്ത് ഈ ചാണകം വളം മാത്രമല്ല, ചിലർക്കത് വിറകും കൂടെയാണ്. ഞങ്ങളുടെയൊക്കെ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ മെഴുകി തള്ളമാർ വെളുപ്പിനെ വലിയ വല്ലക്കോട്ടയായിട്ട് ഇറങ്ങും. കൊട്ടയം കൊണ്ട് ഇറങ്ങിയിട്ട് കിട്ടാവുന്ന ചാണകം മുഴുവൻ ശേഖരിക്കും. ശേഖരിച്ചിട്ട് 2 ചപ്പാത്തിയുടെ മുഴുപ്പിൽ നിരത്തി പരത്തിയിട്ട്
മതിലായ മതിലേലും ഭിത്തിയായ ഭിത്തിയിലും ടാർ റോഡിലൊക്കെ ഇങ്ങനെ പതുക്കി വെക്കും ചാണകയട. 2 ദിവസത്തെ വെയിലടിക്കുമ്പം ഇത് നല്ല ഒന്നാന്തരം സാധനം. അത് 2 എണ്ണം അടുപ്പിലോട്ട് വെക്കാമെങ്കിൽ 1 കലം ചോറ് വേകും, 1 പാത്രം കാപ്പി അനത്താം. ചാണകം ഒന്നാന്തരം വിറകാണ്. അതോടൊപ്പം തന്നെ കൊതുകും മറ്റു പ്രാണികളൊക്കെ ഓടി അകലും. ഹൈറേഞ്ച് പ്രദേശത്ത്, പ്രത്യേകിച്ച് കൊമളി, വണ്ടിപ്പെരിയാർ, തേക്കടി പ്രദേശങ്ങളിൽ ചാണകയട ധാരാളം കാണും. യൂറോപ്പിലെ അമേരിക്കയിലെയും സായിപ്പ് തേക്കടി കാണാൻ വേണ്ടി വരും. തേക്കടി കാണാൻ വരുമ്പം മതിലായ മതിലിലും ഭിത്തിയായ ഭിത്തിയിലും ഒക്കെ ഇങ്ങനെ ചാണകത്തിൻ്റെ മുഴുത്തയട. അവരിത് കണ്ടിട്ട് പോലും ആദ്യത്തെ കാഴ്ചയാണ്. അവർ ചോദിക്കും, വാട്ട് ഈസ് ദിസ്? ഉടനെ പറയും, സായിപ്പേ അതാണ് ഇവിടുത്തെ ചാണകം. ഉടനെ അവർ പറയും, ഓ, കൊമളിയിലൊക്കെ പശുവിൻ്റെ ഒരു ഉന്നം എത്ര കൃത്യമായിട്ടാണ് പതിപ്പിച്ച് വെച്ചിരിക്കുക. അപ്പം ഇതൊരു വളമാണ്, കാണാൻ ഭംഗിയില്ല, ഭംഗിയായിട്ടൊന്നുമില്ല, പക്ഷേ നല്ല ഊറ്റം വളമാണ്, ഉഗ്രം വളമാണ്, അത് വിറവുമാണ്. സഹനം ചാണകം പോലെയാണ്. ജീവിതത്തിൽ ദൈവം നമുക്ക് സഹിക്കാനുള്ള 100 അവസരം തരുമ്പം ആരാണോ കൂടുതൽ സഹിച്ചത് അവരെയാണല്ലോ കൂടുതൽ വളരുക. ബൈബിൾ നമ്മുടെ കുരിശിനും സഹനത്തിനും 5 ഉത്തരങ്ങളാണ് തരിക. എന്തുകൊണ്ട് ദൈവം നമുക്ക് സഹനം തന്നു എന്ന ചോദ്യത്തിന് ബൈബിൾ തരുന്ന 5 ഉത്തരങ്ങൾ കാണുമ്പോൾ ഈ ചിന്തകൾ നമുക്ക് പൂർത്തീകരിക്കാം. എന്തിനു വേണ്ടി ദൈവം സഹനം തന്നു? ഒന്നാമത്തെ ഉത്തരം, സഹനം ഒരു ഇടദൂരമാണ്. എ ഗ്യാപ്പ് ബിറ്റ്വീൻ. സഹനം, സഫറിങ് ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ. ഇതൊരു ഇടദൂരമാണ്, ഒരു ഇടദൂരമാണ്. എന്താണ് ഈ ഇടദൂരം എന്ന് പറഞ്ഞാൽ? ഗോതമ്പ് മണിക്കും ഗോതമ്പ് ചെടിക്കും ഇടയിലുള്ള ഒരു ഇടദൂരമാണ് ഗോതമ്പ് മണി അഴുകുക എന്നുള്ളത്. ഗോതമ്പ് ചെടിക്കും ഗോതമ്പ് മണിക്കും ഇടയിലുള്ള ഒരു ഇടദൂരമാണ് ഗോതമ്പ് മണി അഴുകുക. ഒരു ഗർഭിണിയുടെ ഗർഭാവസ്ഥയ്ക്കും നവജാത ശിശുവിന് ചിരിക്കുന്ന മുഖത്തിനും ഇടയിലുള്ള ഒരു ഇടദൂരമാണ് ബർത്ത് പെയിൻ, പ്രസവ വേദന. അതൊരു ഇടദൂരമാണ്. ഒരു ഈറ്റക്കമ്പിനും ഓടക്കുടലിനും ഇടയിലുള്ള ഇടദൂരമാണ് അതിൽ 9 ദ്വാരങ്ങൾ വീഴുക എന്നുള്ളത്. ഒരു വിദ്യാർത്ഥിയുടെ നല്ല പഠനത്തിനും 1ാം തരം റിസൾട്ടിനും ഇടയിലുള്ള ഇടദൂരമാണ് പരീക്ഷയുടെ ടെൻഷൻ എന്ന് പറയുക. സഹനം ഒരു ഇടദൂരമാണ്. ജീവിതത്തിൽ ഇത് സ്ഥിരമല്ല, ഒരു ഇടദൂരം. ഒരു ഈറ്റക്കമ്പിൽ നിന്നും ഓടക്കുടലിലേക്കുള്ള ദൂരം ഏതാനും കറുത്ത ദ്വാരങ്ങൾ മാത്രമാണ്. ഇപ്പൊ ദൈവം നമുക്ക് സഹനം തരുന്ന എന്തിനു വേണ്ടിയാ? കൂടുതൽ നല്ലവരാകാൻ. അതുകൊണ്ടാണല്ലോ നാലപ്പാട്ട് നാരായണമേനോന്റെ കണ്ണുനീർത്തുള്ളിയിൽ പാടിയിരിക്കുന്നത്, ഉരുക്കിടുന്നു മുറ്റും ഭുവനേക ശില്പി മനുഷ്യഹൃദയത്തെ എന്തോ പണിത്തരത്തിന് ഉപയുക്തമാക്കാനായിട്ട്. സഹനമൊക്കെ തരുന്നത് ഒരു നന്മയിലേക്കുള്ള ഒരു ഇടദൂരമായിട്ടാണ്. ഏതോ ഒരു സഹനവും നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന ഗ്യാപ്പ് ബിറ്റ്വീൻ. ഇതാണ് ബൈബിൾ തരുന്ന ഒന്നാമത്തെ ഉത്തരം, സഹനം ഒരു ഇടദൂരമാണ്. 2ാമത്തെ ഉത്തരം, എന്തിനു വേണ്ടി സഹനം തരുന്നു? ദൈവദർശനത്തിന് നിമിത്തമാകാൻ. ദൈവം മനുഷ്യന് സഹനം കൊടുക്കുന്നത് ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണല്ലോ അപ്പസ്തോല പ്രവർത്തനം 9ാം അധ്യായത്തിൽ 2 കണ്ണിനും കാഴ്ചയുള്ള സമയത്ത് സാവൂൾ കാണാതെ പോയ ദൈവത്തെ അന്ധതയുടെ ഇരുട്ടിൽ സാവൂൾ കണ്ടു. ഡമാസ്കസിന്റെ ഇരുളടഞ്ഞ തെരുവീഥിയിൽ ക്രിസ്തു സന്ദേശത്തെ തളച്ച നിശബ്ദമാകാൻ ഒരു കൈവിലങ്ങുമായി പുറപ്പെട്ട സാവൂൾ ഒരു നിമിഷത്തിൽ ഒരു പ്രകാശതീരത്തിന്റെ ബന്ധിയായി. താഴെ വീണ സാവൂളിന്റെ കണ്ണിൽ നിന്നും ചെതുമ്പലുകൾ അടന്നു വീണു. കാഴ്ചയുള്ള സാവൂൾ അന്ധനായി മാറി. ആ അന്ധതയിൽ സാവൂൾ ദൈവത്തെ കണ്ടു. ദൈവം നമുക്ക് സഹനം തരുന്നത് ദൈവദർശനത്തിന് നിമിത്തമാകാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ നമ്മൾ സഹിക്കുമ്പോൾ കൂടുതൽ നമ്മൾ ദൈവത്തെ കാണും. എപ്പോഴാണ് നമ്മൾ കൂടുതൽ ദൈവത്തെ ഓർക്കുക? കൂടുതൽ പ്രയാസം ഉണ്ടാകുമ്പോൾ. മനപ്രയാസത്തിന്റെ സമയത്തല്ലേ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് നീറി നമ്മൾ ദൈവത്തിലേക്ക് തിരിയുക. ഒത്തിരി വേദന വരുമ്പോഴാണ്. പന്നി പോലും മുകളിലോട്ട് നോക്കുന്നത് കോടാലി വെച്ച് തലക്കിട്ട് അടി കിട്ടുമ്പോഴാണ്. ഇതാണ് മനുഷ്യ ജീവിതത്തിൽ. ഒരടി കിട്ടുമ്പോഴേ നമ്മൾ തമ്പുരാനിലേക്ക് നോക്കത്തുള്ളൂ. എല്ലാ സുഖവും സന്തോഷവും വളരുമ്പം ദൈവത്തെ മറന്നുപോകും. പലപ്പോഴും സമ്പത്തും സുഖവും വർദ്ധിക്കുമ്പം ഞായറാഴ്ച അണിയാനുള്ള ആഭരണമായിട്ട് ദൈവം മാറും. പലപ്പോഴും ഞായറാഴ്ചത്തെ ആഭരണമാണ് ദൈവം. മറ്റു ദിവസങ്ങൾ ദൈവത്തിന് സാധ്യമില്ലല്ലോ. ഇന്ന് പലപ്പോഴും നമ്മൾ യൂറോപ്പിൽ വന്നാലും, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മൾ ഇംഗ്ലണ്ടിലോ ജർമ്മനി ഏത് ഭാഗത്ത് വന്നാലും അമേരിക്കയിൽ വന്നാലും ഒക്കെ മക്കളെ ഓർത്ത് ദൈവമേ എന്നും പറഞ്ഞ് മുകളിലോട്ട് നോക്കുന്ന അപ്പനമ്മമാരെ കണ്ടിട്ടുണ്ട്. കാരണം ഒരു തലമുറ അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയോ പാരമ്പര്യം വിട്ടുപോവുകയോ ഈ ഓർമ്മയിലാണ്. അപ്പം ഒരു ചെറിയ സഹനം ദൈവത്തെ കൂടുതൽ ഓർക്കാൻ വേണ്ടിയാണ്.
അല്ലെ സകല സുഖവും സകല സന്തോഷവും ലഭിക്കുമ്പം ദൈവമേ എന്ന് വിളിക്കാൻ നമ്മൾ മറന്നുപോകും. ഇപ്പൊ ദൈവം നമുക്ക് സഹനം തന്നിരിക്കുന്നത് ദൈവത്തെ ഓർക്കാനും ദൈവനാമത്തെ വിളിക്കുവാനും ആ ദൈവത്തോടു കൂടി ആയിരിക്കുവാനും ദൈവം നമുക്ക് സഹനം തരുന്നു, ദൈവദർശനത്തിന് നിമിത്തമാകാൻ. 3, ദൈവം എന്തിനു വേണ്ടി സഹനം തരുന്നു? കൂടുതൽ ഡെപ്ത് ഉള്ളവരാക്കാൻ, കൂടുതൽ കാമ്പുള്ളവരാക്കാൻ ദൈവം നമുക്ക് സഹനം തരും. നമുക്ക് കൂടുതൽ കാമ്പുള്ളവരാക്കി നമ്മൾ മാറുവാൻ, കൂടുതൽ ആഴമുള്ളവരായിട്ട് നമ്മൾ മാറുവാൻ ദൈവം നമുക്ക് സഹനം തരുന്നു. ഒത്തിരിയേറെ സഹനം അതിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങൾ വ്യാഴാഴ്ച രാത്രി നമ്മൾ കണ്ടു. തള്ളക്കഴുകനതിന് കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. ദൈവം പരിശീലിപ്പിക്കുകയാണ്. മരുന്നെടുത്ത് വെറുതെ നമ്മൾ കുടിക്കുകയല്ല, കുലുക്കിയിട്ട് കുടിക്കും. കെട്ടിടം വാർക്കുമ്പോൾ നമ്മൾ സിമെന്റും മണലും മിറ്റിലും കൂടെ വെറുതെ തൂളിയിട്ട് പോവുകയല്ല, കുത്തി കുത്തി ഉറപ്പിക്കും. ഇതുപോലെ സഹനവും ദൈവം ഇങ്ങനെ ചെയ്യുക. നമ്മളെ പിടിച്ചൊന്ന് കുലുക്കും, കൂടുതൽ മനക്കെട്ടിയുള്ളവരാകാൻ. കാട്ടിൽ ഏറ്റവും കാതലുള്ള മരം ഏതെന്ന് ചോദിച്ചാൽ തേക്കോ ഈട്ടിയോ മഹാഗണിയോ വെള്ളിലാവോ അല്ല. കാട്ടിൽ ഏറ്റവും കാതലുള്ള മരം, കാറ്റത്തും മഴയത്തും വെയിലത്തും ആടി ഒലച്ച ഉറച്ച മരം, അതാണ് കാട്ടിൽ ഏറ്റവും കാതലുള്ള മരം. വെയിലിനെയും കാറ്റിനെയും മഴയെയും അതിജീവിച്ച് ആടി ഉലഞ്ഞ് ഉറച്ച മരം, ഇതാണ് കാട്ടിൽ ഏറ്റവും കാമ്പുള്ള മരം, കാതലുള്ള മരം. അതുകൊണ്ടാണല്ലോ നമ്മൾ കാണുന്നത് ഒത്തിരി ബുദ്ധിമുട്ടിയ ആൾക്കാരാണ് പിന്നീട് ഒത്തിരി ശോഭിക്കുന്നത്. സ്പോർട്സിൽ ഏഷ്യാഡിലും മറ്റുമൊക്കെ നമുക്ക് സമ്മാനം കിട്ടിയത് ആർക്കാ? മലയോരത്ത് ഓടിപ്പടിച്ച ബിജുവിനും ബീനാമോക്കും PT ഉഷയ്ക്കും വത്സമ്മയ്ക്കും ഷൈനി വിൽസനും ഒക്കെയാ സമ്മാനം കിട്ടിയത്. നല്ല സിറ്റികളിൽ മോഡേൺ ബ്രെഡ് പോലെ കുതിർന്നു നടന്ന ആർക്കും 10 മീറ്റർ ഓട്ടത്തിന് പോലും സമ്മാനം മേടിക്കാൻ പറ്റിയല്ല. മലഞ്ചെരിവുകളിൽ അലഞ്ഞ് ബുദ്ധിമുട്ടി അസ്വസ്ഥത അനുഭവിച്ച ആൾക്കാരുണ്ട്, അവർക്ക് ആ സമ്മാനം കിട്ടുക. കൂടുതൽ സഹിക്കുന്നവരാണ് കൂടുതൽ കാമ്പുള്ളവരും കൂടുതൽ കട്ടിയുള്ളവരുമായിട്ട് മാറുക. 4, ദൈവം എന്തിനു വേണ്ടി സഹനം തരുന്നു? അതിൻ്റെ ഉത്തരം കൊടുത്തിരിക്കുന്നു. 4 കൊടുത്തിരിക്കുന്ന ഉത്തരം, ദൈവം നമുക്ക് സഹനം തരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പച്ച മനുഷ്യരാകാൻ, നമ്മളെ പച്ച മനുഷ്യരാകാൻ ദൈവം നമുക്ക് സഹനം തരുന്നു. പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ കുട്ടിക്കാലം ഒത്തിരിയേറെ അസ്വസ്ഥത അനുഭവിച്ചിട്ടുണ്ട് കുടിയേറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ദരിദ്രരായ മനുഷ്യരെ കാണുമ്പോൾ അറിയാതെ ഒരലിവ് ഉള്ളിൽ തോന്നും. ഇപ്പം നമ്മളെ കൂടുതൽ പച്ച മനുഷ്യരാകുന്നത് സഹിച്ച മനുഷ്യരുടെ ജീവിതമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ പെട്ടെന്ന് മനസ്സരിയണമെന്ന് വരികിൽ നമ്മൾ ആ സഹനത്തിലൂടെ കടന്നു പോകണം. അതുകൊണ്ടാണല്ലോ പ്രത്യേകിച്ച് ഓർക്കുക, നമുക്ക് സമൃദ്ധിയും സുഭിക്ഷതയൊക്കെ ദൈവം തരുമ്പം ഒന്നുമില്ലാത്ത ഒത്തിരി ദരിദ്രരുടെ ഒരു ലോകത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാണ് നിങ്ങളും ഞാനും. ഒരിക്കലും മറക്കരുത്. എത്രമാത്രം ചെയ്യുന്നു എന്നതിലല്ല, ചെയ്യുന്ന മനസ്സ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മത്തായി സുവിശേഷം 10:42 പറയുന്നു, ഒരു പാത്രം പച്ചവെള്ളം കൊടുത്താൽ അതിനും സമ്മാനമുണ്ട്. മത്തായി 26:11 പറയുന്നു, ഞാനോ കടന്നു പോകും, പാവപ്പെട്ടവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എനിക്കൊരു വലിയ അനുഭവമുള്ളത് 1985 മെയ് മാസം 15-ാം തീയതി ഞാൻ ലോഹ ധരിച്ചു. ഈ കുപ്പായം ധരിച്ചതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോരുമ്പോൾ മൂവാറ്റുപുഴയിൽ നിന്നും വാഴക്കുളം, തൊടുപുഴ, പാല, ഈരാറ്റുപേട്ട, വാഗമൺ, ഏലപ്പാറ വഴി അല്പം ഒന്ന് വളഞ്ഞു പോരണം. പോരുന്ന സമയത്ത് ഞാൻ 1 രൂപയുടെ ഒരു നോട്ട് മാറിയിട്ട് 10 പൈസയുടെ 10 ചില്ലറ തുട്ടുകൾ വലതുവശത്തെ പോക്കറ്റിലിട്ടു. കാരണം വണ്ടിയെ കയറുമ്പോൾ അന്ന് ധർമ്മക്കാർ വരും. അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും കണ്ടാൽ വെറുതെ വിടിയല്ല, കൈ നീട്ടിക്കൊണ്ട് വരും. അവരടുക്ക ഒന്ന് ഉറക്കെ പറയും, അച്ഛാ ധർമ്മം, അമ്മയെ ധർമ്മം. ധർമ്മക്കാരുടെ ചോദ്യം സഹിക്കാം, യാത്രക്കാരുടെ നോട്ടമാണ് ഒട്ടും സഹിക്കാൻ മേലാത്ത. ഈ കത്തനാല് വല്ലതും കൊടുത്തോ കന്യാസ്ത്രീ വല്ലതും കൊടുത്തോ എത്തിക്കുത്തി വരിഞ്ഞു നോക്കും. അന്ന് ധർമ്മക്കാർ 10 പൈസ കൊടുത്താലും മേടിക്കുന്ന കാലമാണ്. ഇന്ന് 10 പൈസ കൊടുത്താൽ 2 രൂപ തിരിച്ചു തരുക, നിങ്ങൾ വെച്ചോളാൻ പറയും. അപ്പം അങ്ങനെ പോരുന്ന സമയത്ത് ഈ 10 പൈസയുടെ 10 തുട്ടുകൾ വലതുവശത്തെ പോക്കറ്റിലിട്ടു. വേദപാഠ അധ്യാപകർ മേടിച്ചെന്ന പൈനാപ്പിൾ മിഠായിയുടെ കഴിച്ചതിൻ്റെ ബാക്കി വന്ന 2 എണ്ണം ഇടതുവശത്തെ പോക്കറ്റിലിട്ടു. 5-ൻ്റെയും 10-ൻ്റെയും 20-ൻ്റെയും ഓരോ നോട്ട് നെഞ്ചത്തുള്ള പോക്കറ്റിൽ വിട്ടു. അപ്പം ഇങ്ങനെ പോരുക. പാലാ സ്റ്റാൻഡിൽ വന്നപ്പോഴത്തേക്ക് ഈ ചില്ലറ പൈസ മൊത്തം അങ്ങ് തീർന്നു പോയി. മഴ തൂളുന്നുണ്ട്. PTMS ബസ്സിൽ കയറി ഞാൻ ഇരിക്കുക. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 10-25 പേര് മുൻവശത്തുണ്ട്, ഞാൻ പുറകിലായിരിക്കുന്നത്. ഇടത് കൈ സൂക്ഷിച്ചൊരു ഭിക്ഷക്കാരൻ കയ്യിൽ ചളുങ്ങിയ അലുമിനിയച്ചട്ടിയായിട്ട് കടന്നു വന്നു വലത് കയ്യിൽ. ബസ്സിനകത്ത് കയറി മുൻവശത്തോടെ ഇങ്ങനെ ഭിക്ഷ അയച്ച് നടക്കുക. എന്നെ കണ്ടില്ല. അല്പം കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടു. ഇരച്ചു വിട്ട വാണം പോലെ കുതിച്ചു വാഞ്ഞ് ഇയാൾ എൻ്റെ അടുക്ക വന്നു. പാത്രം സ്പീഡിൽ കിളിക്കാൻ തുടങ്ങി. അച്ഛാ ധർമ്മം ധർമ്മം ധർമ്മം. ഞാനാകെ വേർക്കാൻ തുടങ്ങി. ചില്ലറ പൈസയൊന്നും കയ്യിലില്ല. ഇനി ധർമ്മക്കാരൻ്റെ പാത്രത്തിൽ 5 രൂപ ഇട്ടേച്ച്
4 രൂപ 90 പൈസ വിലക്ക് എടുക്കുന്നത് അതിനേക്കാൾ തർമ്മത്തരം. ആൾക്കാർ പറയും ദാണ്ട കള്ളക്കത്തിനാർ 5 ഇട്ടേച്ച് 6 പൊക്കിക്കൊണ്ട് പോകുന്നു. ഇനി 5 രൂപ കൊടുത്തേച്ച് ആശ്രമത്തിൽ ചെല്ലാമെങ്കിൽ സുപ്പീരച്ചൻ പെടലേക്ക് പിടിക്കും. ആളാം പ്രതി ഇങ്ങനെ കൊടുത്താൽ ആശ്രമപ്പറമ്പ് വിൽക്കേണ്ടി വരുമല്ലോ, അച്ഛൻ പറയാൻ സാധ്യതയുണ്ട്. ഞാനൊരു പമ്മലോടും ചമ്മലോടും ജാളതിയോടും കൂടെ ഇയാളെ നോക്കി ഊറി ചിരിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ചില്ലറ പൈസ തീർന്നു പോയി, 2 മുട്ടായി തരട്ടെ എന്ന് ചോദിച്ചു. ഇയാൾ ചളിങ്ങിയ ചട്ടി എൻ്റെ നേരെ നീട്ടിപ്പിടിച്ചു. പാത്രത്തിലേക്ക് ഇടതുവശത്തെ പോക്കറ്റിൽ നിന്ന് 2 മുട്ടായി എടുത്തു കൊടുത്തു. ഇയാൾ ഈ മുട്ടായി ഇട്ട് കിരിക്കിക്കൊണ്ട് ഊറി ചിരിച്ചുകൊണ്ട് ബസ്സിൻ്റെ ഫുട്ബോളിൽ ചെന്നു. ഡബിൾ ബെല്ല് മുടങ്ങിയപ്പം ഇയാൾ സാവധാനം ഇറങ്ങിപ്പോവുക. യാത്രക്കാരെന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇയാളും തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ടാവുമെന്ന്. അയാളുടെ നോട്ടവും ചിരിയും കണ്ടാൽ ഉറപ്പാ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ പറയുന്നത് പോലെ ദൈവമായ കർത്താവേ, എന്നെക്കാട്ടിലും വലിയ ധർമ്മക്കാരൻ ഈ ബസ്സിനകത്തുണ്ടല്ലോ എന്ന രീതിയില്ല ഈ ഭിക്ഷക്കാരൻ്റെ പോക്ക്. ഇപ്പോൾ വർഷം 19 കഴിഞ്ഞു. പിന്നെ പലപ്പോഴും പാലാ സ്റ്റാൻഡിൽ വെച്ച് ഈ യാചകനെ കണ്ടിട്ടുണ്ട്. എന്നെ കണ്ട ജന്മം പോയാൽ അടുത്തൂടെ വരികയല്ല, ദൂരെ കൂടെ മാറി പോകത്തില്ല. ചിരിച്ചോണ്ട് വിളിച്ച് വല്ലതും കൊടുത്താൽ മാത്രം സ്വീകരിക്കും. ഒരു പക്ഷേ അന്ന് തലക്കനത്തോടുകൂടി 5ൻ്റെ നോട്ട് ഭിക്ഷക്കാരൻ്റെ പാത്രത്തിൽ എറിഞ്ഞിട്ട് പോയാൽ അയാൾ പിന്നെ എന്നെ ഓർക്കണമെന്നില്ല. ചേട്ടാന്ന് വിളിച്ച് തിരിച്ചുകൊണ്ട് 2 മുട്ടായി കൊടുത്തു. അതൊരു സ്നേഹബന്ധത്തിന് തുടക്കമായി. എത്ര ചെയ്യുന്നു എന്നതിലല്ല, ചെയ്യുന്ന മനസ്സ്. ഈ മനസ്സാണ് ദൈവം കാണുക. അപ്പോൾ കൂടുതൽ സഹിച്ചവരും കൂടുതൽ വേദനിച്ചവരും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കും, പച്ച മനുഷ്യരാകുന്നു. ഇന്ത്യയിലെ ജനതയെ സഹായിച്ച ഒരു വലിയ ഗ്രൂപ്പാണ് ജർമ്മനിയിലെ കാരിത്താസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ആരാ അതിലേക്ക് സംഭാവന കൊടുത്തത്? കാരിത്താസിനെ സഹായിച്ചവരും സംരക്ഷിച്ചവരും 1ഉം 2ഉം ലോകമഹായുദ്ധത്തിൻ്റെ ദുരന്തം അനുഭവിച്ചവരാ. ജർമ്മനിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പം കണ്ടു, അവിടെ ഒരു സ്ത്രീ പറഞ്ഞാച്ചാ കാപ്പി കുടിക്കാൻ കൊതിച്ച കാലമുണ്ട്. അന്ന് ഗോതമ്പും മെയ്സും വറുത്ത് കരിച്ചെടുത്തിട്ട് അത് പൊടിച്ച് ചൂടുവെള്ളത്തിലിട്ട് കാപ്പിക്ക് പകരം കുടിച്ച കാലമുണ്ട്. ആ യാതന അനുഭവിച്ചവരാ ഇന്ത്യയിലെ ഏഷ്യയിലെ ദരിദ്രർക്ക് വേണ്ടി സംഭാവന ശേഖരിച്ചു തന്നു. വൈദിക പരിശീലന കാലഘട്ടത്തിൽ എന്നെ സഹായിച്ച ഒരു പ്രായം ചെന്ന മാതാമത്തള്ള ഉണ്ടായിരുന്നു. അവർ പ്ലാസ്റ്റിക് സാധനങ്ങൾ പെറുക്കി വിറ്റും കൈത്തൂവാല തയ്ച്ചു കൊടുത്തും കിട്ടിയ പണം കൊണ്ടാണ് ഇന്ത്യയിലെ വൈദ്യ വിദ്യാർത്ഥികളെ സഹായിച്ചിരുന്നത്. ദാരിദ്ര്യത്തിൻ്റെയും വേദനയുടെയും അല്ലൽ അനുഭവിച്ചവർ പച്ച മനുഷ്യരായിട്ട് മാറും. സഹനം നമ്മളെ പച്ച മനുഷ്യരാകും. ഇന്ന് ജർമ്മൻ സഹായങ്ങൾ അന്യമാകുന്നു. കാരണം സഹിച്ച തലമുറ മാറിപ്പോയി, ഒരു പുതിയ തലമുറയാണ് വരിക. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ ഒരു ഭിക്ഷക്കാരൻ എല്ലാ മാസവും ആദ്യത്തെ 5-ാം തീയതിക്കകം ആശ്രമത്തിൽ വരും. താടിമീശയെല്ലാം പ്രത്യേക വിധി വരുത്തി മുടിയിൽ എണ്ണയൊക്കെ പുരളാത്ത ഒരു മനുഷ്യൻ ഇങ്ങനെ വരും. എല്ലാ മാസവും വന്നിട്ട് 10 രൂപ ചോദിക്കും മുടി വെട്ടിക്കാനാണ്. ഞാൻ എല്ലാ മാസവും 10 രൂപ അയാൾക്ക് കൊടുക്കുമായിരുന്നു. ഒരിക്കൽ പോലും ആ മുടി വെട്ടി കണ്ടിട്ടില്ല, കത്തി അതിലെ പോയിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഇരിക്കും. ഒരു മാസം വന്ന് ആദ്യം 10 രൂപ മേടിച്ചു. പകുതി കഴിയുമ്പം വീണ്ടും വന്നു, പോക്കറ്റ് അടിച്ചുകൊണ്ട് പോയി. ഒരു 10 രൂപ അവിടെ വേണമെന്ന് പറഞ്ഞു. ധർമ്മക്കാരൻ്റെ പോക്കറ്റ് അടിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനുശേഷം അറിയുന്നത് കൂടെയുള്ള ഭിക്ഷക്കാരൻ്റെ ഒരു മകള് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. 200 പേരിന് നോട്ട് ബുക്ക് മേടിക്കാൻ വേണ്ടി അയാൾക്ക് കാശ് കൊടുക്കാൻ വേണ്ടി എന്നെ വന്ന് കളിപ്പിച്ചിട്ട് 2ാമത്തെ 10 രൂപ മുടി വെട്ടിക്കാമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോവുക. ഇതാണ് സഹിച്ച മനുഷ്യർ പച്ച മനുഷ്യരായിട്ട് മാറും. സഹനം മനുഷ്യനെ പച്ച മനുഷ്യനാക്കി മാറ്റുന്നു. 5ാമത് സഹനം വിക്കേരിയസ് സഫറിങ് എന്നാണ് പറയുക. പകരം സഹനം, വിക്കേരിയസ് സഫറിങ്, പകരം സഹനം. നമ്മൾ ഓരോരുത്തരും പകരം സഹിക്കാൻ വിളിക്കപ്പെട്ടവരാ. യെശയ്യാ പ്രവചനം 52 മുതൽ 56 വരെ അധ്യായങ്ങൾ. അവൻ വഹിച്ചത് നമ്മുടെ രോഗങ്ങളായിരുന്നു, അവൻ ചുമന്നത് നമ്മുടെ ഭാരങ്ങളായിരുന്നു. രോമം കത്തിരിക്കാൻ കൊണ്ടുപോയ കുഞ്ഞാടിനെ പോലെ അവൻ ശാന്തനായിരുന്നു. പകരം സഹനം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകരം സഹനം ആവശ്യമാണ്. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടിക്ക് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി ഉറക്ക വളിച്ച് മുദ്ര കുത്തി ആ മുട്ടുകുത്തി നിൽക്കുന്ന അമ്മയെ നമ്മൾ കണ്ടിട്ടുണ്ട്. മകൻ ആ സമയത്ത് വെട്ടുപോത്ത് പോലെ ഊർക്കം വലിച്ച് കിടന്നുറങ്ങുക. എന്നാലും മകൻ ഉറക്കം കിട്ടാൻ വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അമ്മ. പകരം സഹനം. ഹോസ്റ്റലിൽ പഠിക്കുന്ന മോന് നല്ല ദഹനശക്തി കിട്ടാൻ വേണ്ടി ഉപവാസം എടുക്കുന്ന അമ്മ. ഈ സമയത്ത് മോൻ 4-5 താറാവ് മുട്ട ഒരുമിച്ച് വെട്ടി വിഴുങ്ങുക. എന്നാലും മോന് ദഹനശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ. അട്ടപ്പാടി ആദിവാസി കോളനി ചെന്നപ്പം കണ്ടു, കെട്ടിയവൻ്റെ രോഗം മാറാൻ വേണ്ടി ക്ഷേത്രത്തിൻ്റെ സ്റ്റെപ്പുകളിൽ ശയനപ്രദക്ഷിണം നടത്തുന്ന ഭാര്യ. മകൻ്റെ രോഗം മാറാൻ വേണ്ടി നാവിൽ ശൂലം കുത്തിക്കയറ്റുന്ന ആദിവാസി തള്ള. പകരം സഹനം. ഇന്ന് അനേക ആൾക്കാർ മുട്ടുകുത്തി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ധ്യാന കേന്ദ്രങ്ങളിൽ അത്ഭുതം നടക്കുന്നു. ഒരപ്പൻ്റെ സഹനം, അമ്മയുടെ സഹനം മക്കളെ വിശദീകരിക്കുന്നു. ഒരു അധ്യാപകന്റെ സഹനം കുട്ടികളെ സമർത്ഥരാക്കി മാറ്റുന്നു. ഒരു നേഴ്സിന്റെ, ഡോക്ടറുടെ സഹനം രോഗിയുടെ ജീവന് നിലനിൽപ്പ് കൊടുക്കുന്നു. ഇപ്പൊ ജീവിതത്തിൽ പകരം സഹനത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്.
അപ്പം നമ്മളൊക്കെ സഹിക്കുന്ന ഓരോ സഹനവും പകരം സഹനമായി കാണുക. അപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്ന 5 സന്ദേശങ്ങൾ. സഹനം എന്തിനു വേണ്ടി ചോദിച്ചാൽ, സഹനം ഒരു ഇടദൂരമാണ്. സഹനം നമ്മുടെ ജീവിതത്തിൽ ദൈവദർശനത്തിന് നിമിത്തമായിട്ട് മാറുന്നു. സഹനം നമ്മളെ കൂടുതൽ കാമ്പുള്ളവരാക്കി മാറ്റുന്നു. സഹനം നമ്മളെ പച്ചമനുഷ്യരാകുന്നു. സഹനം ഒരു പകരം സഹനമായിട്ട് ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. അവസാനമായിട്ട് സഹനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്രകാരം ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഒരു കത്തിൻ്റെ യാത്ര പോലെയാണ്. ഒരു കത്തിൻ്റെ യാത്ര പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. ഞാൻ പോയി കഴിയുമ്പം ഡാളസിൽ നിന്നും ഒരു കത്ത് ഭരണങ്ങാനത്തേക്ക് അയക്കുക. എൻ്റെ അഡ്രസ്സ് എഴുതി നല്ലൊരു സ്റ്റാമ്പ് ഒട്ടിച്ചു. അപ്പോൾ ഈ കത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കത്തെടുക്കുന്ന പോസ്റ്റ്മാൻ കത്തെടുത്ത് നോക്കിയിട്ട് അഡ്രസ്സ് നോക്കിയിട്ട് പറയുക, ഉഗ്രം കവറ് ഊറ്റൻ സ്റ്റാമ്പ് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഈ കത്തിന് ഒരു ഉമ്മ കൊടുത്തിട്ട് കത്ത് പോസ്റ്റ്മാൻ്റെ പോക്കറ്റിലിട്ടാൽ അമേരിക്കയ്ക്ക് നയിക്കുന്ന കത്ത് ഭരണങ്ങാനത്ത് എത്തുകയില്ല. പോസ്റ്റ്മാൻ കത്തെടുക്കും, നോക്കും, നല്ല കവറ് ഉഗ്രൻ സ്റ്റാമ്പ്. വെറുതെ വിട്ടാൽ പറ്റുകയില്ലല്ലോ, മോന്തയ്ക്ക് കൊടുക്കും ഒരു കുത്ത്, ഒരു സീല്. ഒത്തിരി കത്തിൻ്റെ കൂടെ ചുരുട്ടിക്കെട്ടി കൂച്ചിക്കെട്ടി വലിച്ചെറിയും. ഈ കത്ത് കേരളത്തിലെത്തും. വണ്ടിയിൽ ഗട്ടറിലൊക്കെ ചാടി ചാടി കുലുങ്ങി തൊഴിയും ചവിട്ടും ഒക്കെ കൊണ്ട് ഇതാകെപ്പാടെ ക്ഷീണിച്ച് ഭരണങ്ങാനത്തെത്തും. ഭരണങ്ങാനത്തെ പോസ്റ്റ്മാൻ ഈ കത്തെടുത്ത് നോക്കിയിട്ട് പറയും, ഉഗ്രം കവറ് ഊറ്റൻ സ്റ്റാമ്പ്. ആഹാ, മുഖത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഇരിക്കട്ടെ പെടലിക്ക് വരണം, പുറയിലും കൊടുക്കും ഒരു കുത്ത്. ഇത്രയും കുത്തും സീലും കൊണ്ടാലേ അമേരിക്കയിൽ നയിക്കുന്ന കത്ത് ഭരണങ്ങാനത്ത് എൻ്റെ കയ്യിൽ കിട്ടത്തുള്ളൂ. ദൈവമായ കർത്താവ് അമ്മയുടെ ഗർഭപാത്രമാകുന്ന പോസ്റ്റ് ബോക്സിൽ സ്വർഗം പിയോ എന്ന് നെറ്റിയിൽ എഴുതിയിട്ട് നമ്മളെ ഓരോരുത്തരെയും പോസ്റ്റ് ചെയ്തു. ഏകമാതാവ് ലോകമാതാവിൻ്റെ വലിയ പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മളെ പ്രസവിച്ചു. ഇങ്ങനെയുള്ള യാത്രയെ തൊലി വന്ന് മൂടിതുകൊണ്ട് കാണുന്നില്ല. തൊലി പൊട്ടിയാൽ അകത്ത് എഴുതിയിട്ടുണ്ട് സ്വർഗം പിയോ. അങ്ങനെയുള്ള യാത്രയിൽ കെട്ടിയവൻ്റെ സീല്, ഭാര്യയുടെ ഞെക്ക്, മക്കളുടെ കുത്ത്, മറ്റുള്ളവരുടെ തൊഴി, ഇത്രയും ചവിട്ടും സീലും കുത്തും കൊണ്ടാലേ ദൈവം വായിക്കുന്ന സ്വർഗത്തിൽ നമുക്കൊക്കെ എത്തിച്ചേരാൻ പറ്റൂ. ഒരു കത്തിൻ്റെ യാത്ര പോലെ ഈ ലോക ജീവിതം. അപ്പം ഈ ഒരു ബോധ്യവും ചിന്തയും നമ്മുടെ മനസ്സിൽ നമുക്കൊന്ന് സൂക്ഷിക്കാം. 10 മിനിറ്റ് സമയം ഒരു പ്രത്യേക പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.